നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. യുവത സംഘടിച്ചു തുനിഞ്ഞിറങ്ങിയാൽ ഒരു ഭരണകൂടത്തിനും അതിൻ്റെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ല. യുവത ഇരമ്പിയാർത്ത് വന്നാൽ അതിനെ തടയാൻ ലോകത്തെ ഒരു പട്ടാളത്തിനും കഴിയില്ല. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന യുവ കൂട്ടായ്മ അതിൻ്റെ കരുത്ത് ഇന്ത്യയിലും തെളിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് ഗതിയേറ്റ് രാജിവെച്ചൊഴിയേണ്ടി വന്നു. CJP സമരത്തിൻ്റെ വിജയത്തിന് തൊട്ടു പിന്നാലെ മറ്റൊരു കൂട്ടായ്മ കൂടി രൂപപ്പെടുകയാണ്. E20 ജനതാ പാർട്ടി എന്നാണ് പേർ. CJPയെ പോലെ സമൂഹ മാധ്യമത്തിലാണ് തുടക്കം. ഒരേ ഒരു ആവശ്യം, ഒരേ ഒരു ദൗത്യം. നിർബന്ധിത എഥനോൾ കലർത്തലില്ലാത്ത 100% യഥാർത്ഥ ഇന്ധനമാണ് നമുക്ക് വേണ്ടത്. ഇതാണ് EJPയുടെ ഇൻസ്റ്റഗ്രാം ബയോയിൽ പറയുന്നത്. 100% ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള ഓരോ പൗരൻ്റെ അവകാശത്തിനാണ് E20 ജനതാ പാർട്ടി പോരാടുന്നത്. തങ്ങളുടെ ഇന്ധന ടാങ്കുകളിലേക്ക് എന്താണ് പോകേണ്ടതെന്ന് ഉപഭോക്താക്കൾ തീരുമാനിക്കട്ടെ എന്നും ബയോയിൽ പറയുന്നു. EJPയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് മിനിറ്റ് വെച്ചാണ് ഫോളോവേഴ്സ് കുതിക്കുന്നത്. സമാനമായ തരത്തിലായിരുന്നു CJP അക്കൗണ്ടുകളിലേക്കും പിന്തുണക്കാർ കൂട്ടത്തോടെ ഓടിയടുത്തതും ഒടുവിൽ അവരുടെ പ്രക്ഷോഭ ചൂടിൽ ഭരണകൂടത്തിന് മുട്ടുമടക്കേണ്ടി വന്നതും. ഇന്ത്യയിൽ ഇപ്പോൾ വിൽക്കുന്നത് 20% എഥനോൾ കലർത്തിയ പെട്രോളാണ്. കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണ് E20 പെട്രോൾ എന്നൊക്കെ പറയുമ്പോഴും അത് വാഹനങ്ങളുടെ എഞ്ചിനെ എങ്ങനെ ബാധിക്കും എന്നതിൽ ശാസ്ത്രീയമായ പഠനം നടന്നിട്ടില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. E20 പെട്രോൾ ഇന്ധനക്ഷമത കുറയ്ക്കുമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശുദ്ധമായ പെട്രോൾ എന്ന ഉപഭോക്തൃ അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നോട്ട് വെക്കുന്ന മറ്റൊരു ബാനർ എഥനോൾ ഗർക്കരി എന്നാണ്. CJPയുടെ പാതയിൽ പുതിയൊരു വിപ്ലവത്തിന് തുടക്കമിടുന്നതോ EJP കൂട്ടായ്മ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ഫാദർ, ഇപ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരവും അതിനെ തുടർന്നുണ്ടായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ എഥനോൾ കലർത്തിയ ഇന്ധനം പോരാ, ശുദ്ധമായ ഇന്ധനം വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് EJP എന്ന പേരിൽ ഒരു സമൂഹ മാധ്യമ കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. മിനിറ്റ് വെച്ചാണ് അവരുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം ശുദ്ധമായ പെട്രോളും വേണം, എഥനോൾ കലർത്തിയ പെട്രോൾ നിരോധിക്കണമെന്നല്ല, ശുദ്ധമായ പെട്രോൾ വാങ്ങാൻ പെട്രോൾ പമ്പുകളിൽ കിട്ടണം. ഈ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇത് മറ്റൊരു പ്രക്ഷോഭമായി മാറാൻ സാധ്യതയുണ്ടോ? ഗുഡ് ഈവനിങ്. ഈ സതുദ്ദേശത്തോടുകൂടിയാണെങ്കിൽ EJPയുടെയും ഈ പരിപാടി വിജയിക്കേണ്ടതാണ്. മറ്റേ കോക്രോച്ചിന്റെ വിജയിച്ച പോലെ തന്നെ ഈ നല്ല പെട്രോൾ നമുക്ക് ലഭിക്കണം എന്നത് EJPയുടെ ആവശ്യമാണ്, ജനത്തിന്റെ ആവശ്യം കൂടിയാണ്. അതിനുവേണ്ടി അവർ മുന്നോട്ട് വന്ന് പ്രവർത്തിക്കുമ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. തീർച്ചയായിട്ടും അവർ വിജയം കൈവരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഫാദറിന്റെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട്. കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യയിൽ സമീപകാലത്തുണ്ടായ സമാനതകളില്ലാത്ത മാറ്റമായിരുന്നു കോക്രോച്ചുകൾ നടത്തിയത്. അതുപോലെ ഒരു മുന്നേറ്റത്തിലേക്കാണോ ഇപ്പോൾ EJPയും ഈ ശുദ്ധമായ പെട്രോളിന് വേണ്ടി 20% എഥനോൾ കലർത്തിയ പെട്രോൾ അല്ല ഞങ്ങൾക്ക് വേണ്ടത്, ശുദ്ധമായ പെട്രോളാണ്, അത് ഉപഭോക്താക്കളുടെ അവകാശമാണ് എന്ന് പറയുന്ന ഗ്രൂപ്പും നടത്തുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. 3 മാസം കൊണ്ട് ഉടലെടുത്തൊരു പാർട്ടിയാണ് CJP. ഇന്ത്യയിൽ ചരിത്രം സൃഷ്ടിച്ചൊരു സമരം നടത്തി വിജയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പെട്രോളിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ പെട്രോൾ ഉപയോഗിച്ചാൽ ഇത് മൈലേജ് കുറയും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കാലക്രമേണ ടാങ്ക് തുരുമ്പടിച്ച് ഇത് വിൽക്കുമ്പോഴേക്ക് ടാങ്ക് ഉണ്ടാകില്ല, പെട്രോളിൻ ടാങ്ക്. ഇതെല്ലാം ഇത് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ. അതുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും കൊടുത്തിട്ട് വരെ മുമ്പോട്ട് കൊണ്ടുവരണം. ഈ ഭരണകൂടത്തെ കണ്ണ് തുറപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, സന്തോഷ് ആണ്. ശ്രീ സന്തോഷ്,
താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ എഥനോൾ കലർത്തിയ പെട്രോൾ പരിസ്ഥിതി സൗഹൃദമാണ്, അത് കൂടുതൽ കാർബൺ പുറത്തേക്ക് വിടുന്നതിൻ്റെ അളവ് കുറവാണ് എന്നൊക്കെ കേന്ദ്ര സർക്കാർ വാദിക്കുന്നു. എന്നാൽ ഇന്ധനക്ഷമതയെ സംബന്ധിച്ചും എഞ്ചിനുകൾക്ക് ഇത് എത്രത്തോളം അനുയോജ്യമാണ് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ സംശയങ്ങൾ ഉയരുകയാണ്. അപ്പോഴാണ് ശുദ്ധമായ പെട്രോളിന് വേണ്ടി ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നത്. ഹലോ സന്തോഷ്, പറഞ്ഞോളൂ. ഇത് കൂട്ടായ്മയുടെ നയിക്കുന്നത് ആരാണെന്നും കൂടെ അറിയണം. കാരണം CJP എന്ന കോക്രോച്ച് പാർട്ടി രൂപീകരിച്ച് നയിക്കുന്ന ആളുടെ ഒരു ഇതുണ്ട്. പിന്നെ രാഷ്ട്രീയ കക്ഷികളാകുമ്പോഴത്തേക്ക് നയിച്ച് വിജയിച്ചെന്ന് വെച്ചാൽ ഇവരൊക്കെ കേസുകൾ ചർച്ചയിലൂടെ വരുമ്പോൾ ഇവരുടെ കേസുകൾ കുത്തിവെക്കുമ്പോഴാണ് സമരം പരാജയപ്പെടുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയിൽ എന്ന് വെച്ചാൽ ഇവർക്കെന്ന് വെച്ചാൽ കേസുകൾ അഴിമതിയില്ല. ആ അഴിമതി ഇല്ലാത്തപ്പോ യാതൊന്നുമായിട്ട് സന്ധി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഈ സമരം വിജയിച്ചത് തന്നെ എന്റെ അഭിപ്രായത്തില്. ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ആ പാർട്ടി സമരം നടത്തിയിരുന്നെങ്കിൽ 100% ഉറപ്പാണ് അവിടെ ഏതെങ്കിലും ഒരു കേസ് EDയോ CBIയോ ഏതെങ്കിലും ഒരു കേസ് ഒന്ന് കുത്തിപ്പൊക്കും, ഇവര് അവിടെ സൈലന്റ് ആവും. ജനങ്ങളുടെ മുമ്പിൽ നിന്ന് വെച്ചാൽ ആ സമരം പരാജയപ്പെടുകയുള്ളൂ. രാഷ്ട്രീയ കക്ഷി അല്ലാതെ ഇതിന് മുൻപന്തിൽ നിൽക്കുന്നത് ആരാണ്, നയിക്കുന്നത് ആരാണെന്നും കൂടെ അറിഞ്ഞാൽ ഇതിന്റെ എത്രമാത്രം ഇത് സക്സസ് ആവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു കൂട്ടായ്മ ഒരു സമാനതകളില്ലാത്ത ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ മറ്റൊരു കൂട്ടായ്മ, അതും ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ് വരുന്നത്. അതിനെ ഏത് തരത്തിലാണ് താങ്കൾ കാണുന്നത്? നമസ്കാരം കിരൺ സാറേ. നമസ്കാരം. പിന്നെ ഒരു സമരം, മഹത്തായ സമരം ഇവിടെ ഇന്ത്യയിൽ വിജയിച്ചു എന്ന് മാത്രമല്ല, അത്തരം സമരം ആദ്യമായിട്ടാണ് അറിയുന്നത്. കാരണം വെച്ചാൽ അത് സമരത്തിന്റെ ദമ്മ് കൊണ്ടാണ് ആ മന്ത്രിനെ ഉടനെ രാജിവെപ്പിച്ചത്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞതില് ഞാൻ പറഞ്ഞു, സർക്കാർ, കേന്ദ്ര സർക്കാർ ഈ പാറ്റക്കുട്ടികളുടെ ഇടയിൽ മുട്ടുകുത്തി. അതേപോലെ ഇപ്പൊ ഇനി പറയാം, ഈ എത്തനോൾ എന്നുള്ളത് എന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് കൂട്ടിയാൽ പറ്റൂലെന്നും പറ്റുമെന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞു. അപ്പൊ അത് ദോഷം ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് സമരം ഇനി ഏതാ ഈജിയോ ആരാ ചെയ്യുന്നുണ്ട്, അത് ദോഷം ചെയ്യുന്നതിനാണ്, ദോഷമാണെന്നുണ്ടെങ്കിൽ അത് എടുത്തു കളയാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് സർക്കാർ മുൻപന്തിയിൽ വരണം. ഇനി ഒരു സമരം അടിയും കുത്തും ഉണ്ടാക്കരുത്. അതിന് സർക്കാർ ഏറ്റവും അടിയന്തരമായി മുന്നോട്ട് വന്നിട്ട് സാധാ പെട്രോളും ശുദ്ധമായ പെട്രോളും ഇന്ത്യയിലെ ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് സാറേ എൻ്റെ ആവശ്യം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, ശ്രീ ആനന്ദാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ആനന്ദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ E20 പെട്രോൾ ആണിപ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്നത്. അത് പൊടുന്നനെ ഒരു ദിവസം മുതൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അങ്ങനെ ഒരു വിൽപ്പന തുടങ്ങുകയായിരുന്നു. 20% എഥനോൾ കലർത്തിയ പെട്രോൾ. ഇപ്പോൾ ശുദ്ധമായ പെട്രോളിന് വേണ്ടിയാണ് കൂട്ടായ്മ രൂപപ്പെടുന്നത്. അതെ, തീർച്ചയായിട്ടും ഇത്തരത്തില് ഒരു കൂട്ടായ്മ രൂപപ്പെട്ടാൽ ഞാൻ ആദ്യം തന്നെ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം മറ്റൊന്നുമല്ല സാറേ, ഇപ്പോ നമ്മുടെ ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന E20 പെട്രോളാണ്. അപ്പോ ഇതില് കൂടുതലും പ്രശ്നം വാഹനങ്ങൾക്കാണ്. അത് ബാധിക്കുന്നത് സാധാരണ ജനങ്ങൾക്കാണ്. ഗവൺമെന്റ് പറയുന്നത് എത്തനോൾ കടന്ന പെട്രോൾ കൊണ്ടുവരും. ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവരുക അല്ല ചെയ്യേണ്ടത്, അതിന് പറ്റിയ എഞ്ചിൻ ആയിരിക്കണം എല്ലാ വണ്ടിക്കും. അങ്ങനെ ഫ്ലെക്സ് ഫ്യൂവൽ എന്നൊക്കെയുള്ള ആ രീതിയിലുള്ള എഞ്ചിനുകൾ വന്നതിന് ശേഷമേ ചെയ്യാവൂ. ഇതല്ലാതെ നമുക്ക് സാധാരണ സ്വിഗ്ഗി, സൊമാറ്റോ അതിലൊക്കെ പോകുന്ന ഡെലിവറി ബോയ്സ്, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. സാധാരണക്കാര്, ഓട്ടോറിക്ഷ തൊഴിലാളികള്, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് വാഹനം ഓടിക്കുന്നവർ. അപ്പൊ അവർക്ക് അവരുടെ എഞ്ചിന്റെ മെക്കാനിക് പാർട്സ് ഉള്ള ഒഴികെ മറ്റ് ട്യൂബുകൾ അങ്ങനെയുള്ള പാർട്സുകൾ കംപ്ലൈന്റ് ആകും, വണ്ടി വർക്ക്ഷോപ്പിലാകും, അവർക്ക് ഒരുപാട് നഷ്ടം വരും. അന്നേരം ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടത്, പക്ഷെ ഇവര് പൊളിറ്റിക്സ് അല്ലാത്തതുകൊണ്ട് CJP അറിയാമല്ലോ. CJP എന്ന് പറഞ്ഞാൽ അവരൊരു കൂട്ടായ്മയായിരുന്നു, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ. ആ യൂത്ത് ഇറങ്ങിയപ്പം അവരുടെ ആവശ്യം നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അവരുടെ അഴിമതി പൂർണ്ണമായും മാറ്റി പുതിയൊരു നിയമം കൊണ്ടുവരിക. അതായത് ധർമ്മേന്ദ്രപ്രധാന്റെ രാജിയായിരുന്നു അവരാവശ്യപ്പെട്ടത്. പക്ഷേ അത് നേടിയതിനു ശേഷം അവര് പൂർണ്ണമായിട്ടും പിന്മാറി. അതിനുശേഷം ഇപ്പോ ഉള്ള ഈ BJP എന്ന് പറഞ്ഞ ഇവര് ആരാ പിന്നെ നയിക്കണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ
ഇവർക്ക് ഒരു രാഷ്ട്രീയം അങ്ങനൊന്നും ഇല്ലെങ്കിൽ അവരുടെ ഈ ആവശ്യം ഇത് മാത്രമാണെങ്കിൽ അവരോടൊപ്പം വിദ്യാർത്ഥികളാണ് എങ്കിൽ അവരോടൊപ്പം ഉറപ്പായിട്ടും സാധാരണക്കാരുണ്ടാവും. ഇത് വലിയൊരു പ്രക്ഷോഭമായിരിക്കും. കഴിവതും ഗവൺമെന്റ് ഇത് പിൻവലിക്കുക. കാര്യം അവർക്ക് ഓപ്ഷൻ കൊടുക്കണം. ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പ്യുവർ പെട്രോളും കൊടുക്കണം. E20 ഉപയോഗിക്കേണ്ടവർക്ക് E20 ഉപയോഗിക്കാം. അല്ലാതെ പ്യുവർ പെട്രോൾ യൂസ് ചെയ്യുന്നവർക്ക് പ്യുവർ പെട്രോൾ യൂസ് ചെയ്യാം. ഇപ്പൊ തന്നെ ഇവരെയാണെങ്കിൽ ഭൂട്ടാനിൽ നോക്കി സെയിൽ ചെയ്യാനാ. പക്ഷെ ഭൂട്ടാനിൽ അവർ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് സാർ. ഇത് പബ്ലിക്കിലേക്ക് എത്തുന്നില്ല. അപ്പൊ ഈ നിയമം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് പ്രക്ഷോഭം നടത്തുക തന്നെ ചെയ്യും. കാരണം CJP നടത്തി വിജയിച്ചു എന്നത് ഒരു ഇൻസ്പിറേഷൻ ആയതുകൊണ്ട് മറ്റുള്ളവരെല്ലാം അതിനോടൊപ്പം തന്നെ ഇതുപോലെ കൂട്ടായ്മ രൂപീകരിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനും ചെയ്യും എന്ന് 100% എനിക്ക് വിശ്വാസമുണ്ട് കിരൺ സാറേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. അദ്ദേഹം അത്ര ഒരു പ്രക്ഷോഭത്തിൽ വിജയം ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അത് ജനങ്ങളുടെ അവകാശമാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരിക്കൽ കൂടി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമോ? മുട്ടുമടക്കട്ടെ തന്നെ, തീർച്ചയായിട്ടും. ആ പെട്രോളൊക്കെ നിർത്തലാക്കട്ടെ. പിന്നെ ഈ വന്ദേ ഭാരതൊക്കെ നിർത്തലാക്കണം. അതൊന്നും സുഖമുള്ള കേസല്ല. പിന്നെ ബ്രഹ്മോസ് മിസൈൽ നിർത്തലാക്കണം. അത് ഇതുമായിട്ട് എന്താണ് ശ്രീ പ്രദീപ് ബന്ധം? നരേന്ദ്രമോദിയെ കൊല്ലുന്ന ഒരു പെണ്ണുങ്ങളാണ്. ആക്കോട്ടെ, പറയട്ടെ, പറഞ്ഞിട്ട് കിടക്കട്ടെ. ശ്രീ പ്രദീപ്, അത് താങ്കളൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഈ വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിൻ വരുന്നതും ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ ഉണ്ടാക്കുന്നതും E20 പെട്രോളുമായിട്ട് എന്താണ് ബന്ധം? നീ അതെല്ലാം പറയാൻ തുടങ്ങി. ഇനിയിപ്പം ബംഗ്ലാദേശിലേക്കുള്ള അതിർത്തി മുഴുവൻ തുറന്നു വെക്കണം എന്ന് പറയും. ഇതാരാണ് ഈ അവിടെ പ്രക്ഷോഭം നടത്തിയ കുട്ടികളെ കുറിച്ച് ഇത്തരം ആക്ഷേപമൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് തിരിച്ചു പറഞ്ഞ വാചകം എന്താണെന്ന് അറിയാമല്ലോ താങ്കൾക്ക്? കണ്ടോണ്ടിരിക്കണ സുഹൃത്തെ, ആ ഒരു പെണ്ണിനൊക്കെ ഒരു പിടിക്കാനൊക്കെ ഞങ്ങൾ ഇവിടെ കണ്ടോണ്ടിരിക്കുക. അത് എന്ത് കണ്ടോണ്ടിരിക്കുകയാണെന്ന്? ആ കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്ന കണ്ടില്ലേ? കുട്ടികളെ തല്ലിച്ചതയ്ക്കണത് പ്രശ്നം ഉണ്ടാക്കി തല്ലിച്ചതയ്ക്കാൻ പറ്റുമോ? പ്രശ്നം ഉണ്ടാക്കിയാൽ തല്ലിച്ച ഈ രാജ്യത്തിന്റെ പൗരന്മാരാണ് അവർ. മുഴുവൻ കത്തിച്ചു കഴിഞ്ഞ പിന്നെ നിങ്ങൾ അവരുടെ പിന്നെന്തിനാണ് രാജിവെച്ചത്? പിന്നെന്തിനാണ് രാജിവെച്ചത്? ആ പോലീസ് വാഹനൊക്കെ കത്തിച്ച് നാശമൊക്കെ ഒടിച്ചു പൊടിച്ചിട്ടാണ് പിന്നെ അങ്ങനെയൊക്കെ അല്ല, ഞാൻ ചോദിച്ചതാണ് പിന്നെന്തിനാണ് കേന്ദ്രമന്ത്രി രാജിവെച്ചത്? രാജിവെച്ച പോട്ടെ, എന്തിനാണ് രാജിവെച്ചത്? എന്തിനാണ് രാജിവെച്ചോ? ആയിക്കോട്ടെ. ഇന്ത്യയിലെ കുട്ടികൾ ഇറങ്ങിയപ്പോൾ കുട്ടികൾക്ക് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നില്ലേ? അല്ല, CJP പറഞ്ഞേക്കണ മറ്റേ ന്യൂസ് 18 ചാനലൊക്കെ നിർത്തലാക്കണം എന്ന് പറഞ്ഞേക്കണേ. ചാനൽ നിർത്തലാക്കണമെന്നൊന്നും അവർ പറഞ്ഞില്ല. ഓരോ ആളുകൾ അങ്ങനെ പല പല കാര്യങ്ങൾ പറയാം. അതെല്ലാം നമ്മളതിന് മറുപടി പറയേണ്ട കാര്യമുണ്ട്. ന്യൂസ് 18 നിർത്തലാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. ന്യൂസ് 18 പിന്നെ ആരെ? ന്യൂസ് 18 നിർത്തലാക്കണമെന്ന് അവരെന്തായാലും സമരക്കാരും ആവശ്യപ്പെട്ടു. അംബാനിയുടെയും ചാനലൊക്കെ നിർത്തലാക്കണമെന്ന് അവർ പറഞ്ഞേക്കണത്. ശരി, നടന്നോട്ടെ. ശരി. ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ കാണും. എല്ലാം നമുക്ക് യോജിക്കാവുന്ന മുദ്രാവാക്യങ്ങളാവുന്നില്ല എന്ന് കരുതി അവരെ എല്ലാവരും മോശക്കാരാണെന്ന് പറയുന്നത് ശരിയല്ല. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, പാർട്ടികളുടെ പ്രക്ഷോഭത്തിന് മുന്നിൽ ഒടുവിൽ മോദി സർക്കാരിന് ഒരു മന്ത്രിയെ രാജിവെപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ ശുദ്ധമായ പെട്രോളിന് വേണ്ടി മറ്റൊരു പ്രതിഷേധ കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നു. അതിന്റെ ഭാവി എന്താവും? സാർ നമസ്കാരം. നമസ്കാരം. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത് ഇന്ത്യയിലെ ജനങ്ങളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പ്രയാസപ്പെടുന്നുണ്ടെന്ന് കരുതിയിട്ട് ദാഷ്ട്യത്തിന് പോവാതെ അത് മനസ്സിലാക്കി മുമ്പേ വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് രാജിവെച്ചത്. യാതൊരു സംശയവും ഇല്ല. അത് മുട്ടുമടക്കലാണെന്ന് പറഞ്ഞ് വളരെ എന്താണെന്ന് എനിക്കറിയില്ല. അതിന് ഏത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. രാജ്യത്തെ ജനങ്ങളാണ് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. ആ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് സമരം ചെയ്തിട്ടാണെങ്കിലും അത് അംഗീകരിച്ച് രാജിവെച്ച് കഴിഞ്ഞാൽ ആ സമരമാട് അവസാനിച്ചു. ഇനിയിപ്പോ പറയാനുള്ള ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങളുണ്ട്. ആ എല്ലാ അക്ഷരങ്ങളിലും ഒരു JP ചേർത്ത് ഇനി ഏത് ജനതി വന്നാലും ജനാധിപത്യ വിരുദ്ധമായ ഒരു സമരവും ഇന്ത്യയിൽ നടത്തി മുന്നോട്ട് പോകാമെന്നുള്ള ധാരണ ഇവർക്ക് വേണ്ട. കാരണം ഇവരിപ്പം ലോകത്ത് ഭൂമി കുലുക്കുണ്ടായി എന്നാണ് ഒരു കുലുക്കം കേന്ദ്ര സർക്കാരിന്. കുലുക്കം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് ജനാധിപത്യ രീതിയിലെ തെരഞ്ഞെടുപ്പാണ്. അതിലും വലിയൊരു കുലുക്കം ജനാധിപത്യത്തിലില്ല. ആ കുലുക്കത്തിൽ 27 നടക്കാനുണ്ട് കുലുക്കം. ആ കുലുക്കത്തിൽ ഈ സർക്കാർ എങ്ങനെ നേരിടുന്നു, അതിലെങ്ങനെ വിജയിച്ചു വരുന്നു എന്ന് നമ്മൾ നോക്കിക്കാണണം. നരേന്ദ്രമോദി ഓട് പൊളിച്ചിട്ടൊന്നല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. പിന്നെ ഇവിടെ ഫാസിസ്റ്റ് ഭരണമാണ്, അങ്ങനെ ആരെങ്കിലും നരേന്ദ്രമോദി ഓട് പൊളിച്ചിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായെന്ന് ഈ പ്രക്ഷോഭകാരികൾ ആരെങ്കിലും പറഞ്ഞു? നരേന്ദ്രമോദിയെ ഭൂരിപക്ഷം കിട്ടിയ സർക്കാരിന്റെ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായത്. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ?
അതെങ്ങനെയാണ് ഏകാധിപതിയാവുക? പിന്നെ ഒരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ നേരിടുന്ന രീതി ശരിയല്ലെങ്കിൽ സമരക്കാർ പലതരത്തിലേക്കുള്ള വിമർശനങ്ങൾ ഉന്നയിക്കില്ലേ? അത് സ്വാഭാവികമല്ലേ? അല്ല, സമരത്തിനെ നേരിടേണ്ട രീതിയിൽ നിങ്ങൾ ചാനലും ഈ അവിടെ പങ്കെടുത്ത 50,000 1 ലക്ഷം 1.5 ലക്ഷം ആളല്ലല്ലോ. ഇന്ത്യയിൽ ഒരു പബ്ലിക് ഉണ്ടല്ലോ, 140 കോടി ജനങ്ങളുണ്ടല്ലോ. അവര് വിലയിരുത്തട്ടെ. ആ ഭൂമി കുലുക്കത്തിൽ 2023 എന്റെ അറിവ് ശരിയാണെങ്കിൽ 3 or 4 സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലൊരു കുലുക്കം ഉണ്ടായാൽ ചെറിയ സെക്രട്ടറിയിൽ 3.2 രേഖപ്പെടുത്തി നമുക്ക് പറയാം. അല്ലാതെ ഇതൊന്നും കണ്ടിട്ട് വിറക്കുന്ന ഒരു സർക്കാരൊന്നുമല്ല രാജ്യം ഭരിക്കുന്നതെന്നുള്ള ഒരു ബോധം ഈ മലയാള മാപ്ര ചാനലുകൾക്കൊന്നും മനസ്സിലാകണം. ദേശീയ തലത്തില് ഇതിന് എത്ര പിൻബലം. പിന്നെ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ അവർ മുങ്ങിച്ചാവാൻ പോവാണ്. അവർക്ക് എന്ത് കച്ചിത്തെറുപ്പ് കിട്ടിയാൽ അവർ പിടിക്കും. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതല്ലല്ലോ, രാജ്യത്തെ ഒരു പാർട്ടിയല്ലേ. ഞാൻ മനസ്സിലാക്കിയ ഇന്ത്യയിലെ 28 സ്റ്റേറ്റിലുണ്ട് എന്നാ എന്റെ ധാരണ. അത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ആ കോൺഗ്രസ് ഈ ഗതികേട് വന്ന EJP, CJP, ഇനി FJP, കഴിഞ്ഞാൽ JJP എന്നൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ പിന്തുണയോടുകൂടി ഒരു സമരത്തിന് നേരിടേണ്ട ഗതികേടാണ് രാജ്യത്ത് സംജാതമായത്. നരേന്ദ്രമോദിയുടെ താഴെ ഇറക്കാനുള്ള ഒരു തന്ത്രമാണിത്. അതൊന്നും വിലപ്പോകുന്നു, രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ വിലപ്പോകുന്നു എനിക്ക് തോന്നുന്നില്ല. താങ്കൾക്കും താങ്കളുടെ ചാനലിനും തോന്നുന്നുണ്ടെങ്കിൽ, ഇടതുപക്ഷത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും മിഥ്യാധാരണയാണ്. മനസ്സിലായോ? ന്യായമായ സമരം ചെയ്യാൻ അനുവദിക്കും. അതിൽ അന്യായം ഉണ്ടായാൽ പ്രതികരിക്കും. വെടിവെക്കേണ്ടി വന്നാൽ വെടിവെക്കും. അത് യാതൊരു സംശയവും വേണ്ട. പൗരന്മാർക്ക് നേരെ വെടിവെക്കുമെന്ന് പറഞ്ഞ അങ്ങനെ വെടിവെച്ചിട്ടുള്ള ഭരണാധികാരികളുടെയൊക്കെ അവസ്ഥ അത് ഇന്ത്യയിലല്ല ലോകത്ത് എവിടെയായാലും ആ ഭരണാധികാരികളുടെയൊക്കെ അവസ്ഥ എവിടെയാണെന്ന് അറിയാം. പൗരന്മാരെ വെടിവെക്കാൻ വേണ്ടി അല്ല ആരെയും തെരഞ്ഞെടുത്ത് തിരുത്തുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഇന്ത്യയിൽ അങ്ങനെ പൗരന്മാരെ നേരിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ചരിത്രത്തിൽ വന്ന അവസ്ഥ എന്താണെന്ന് താങ്കൾക്ക് കൃത്യമായി അറിയാവുന്നതാണല്ലോ. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെച്ചല്ല ശ്രീ ബാലകൃഷ്ണൻ. പൗരന്മാർക്ക് നേരെ വെടിയുതിർത്ത് പൗരന്മാരെ വെടിവെച്ചങ്ങ് കൊന്നേക്കാം, അല്ലെങ്കിൽ പോലീസിനെയോ പട്ടാളത്തെ ഉപയോഗിച്ച് അവരെ അടിച്ചമർത്താം എന്ന് തീരുമാനിക്കുന്ന ഭരണാധികാരി ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളായാലും ആ ഭരണാധികാരികൾക്കെല്ലാം ചരിത്രം ഒരു കാവ്യനീതി കാത്തുവച്ചിട്ടുണ്ട്. ആ കാവ്യനീതിയിലേക്ക് തന്നെ അവർ എത്തിച്ചേരും. ചരിത്രത്തിന്റെ നീതിയാണ്. ജനഹിതം തെരഞ്ഞെടുപ്പ് അല്ല, ഞാനതാ പറഞ്ഞത് താങ്കൾക്ക് ബോധ്യമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ബോധ്യമാണ്. താങ്കൾക്ക് ബോധ്യമായില്ലെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താങ്കൾക്ക് ബോധ്യമായി കാണുമെന്നാണ് എന്റെ പ്രതീക്ഷ. അക്രമാസക്തമായ സമരം നയിച്ചാൽ വെടിവെക്കൂ. അങ്ങനെ ഒന്നും വെടിവെക്കാൻ വേണ്ടി അല്ല ആരെയും തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏത് സർക്കാർ ആയിക്കോട്ടെ. ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്യാന്നുള്ളത് പൗരന്റെ അവകാശമാണ്. ആ പൗരന്റെ അവകാശത്തിന് മുന്നിൽ ആ സമരത്തെ അംഗീകരിക്കേണ്ട ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ് അവിടെ ഭരണാധികാരികൾ ഇരിക്കുന്നത്. അല്ലാതെ പാർലമെന്റിന് മുന്നിൽ സമരം ചെയ്താൽ അവരെല്ലാം വെടിവെച്ച് കൊല്ലുമെന്നൊന്നും പറയാനൊന്നും ആർക്കും അവകാശമില്ല. ഇന്ത്യൻ ഭരണഘടന കത്തിക്കുന്നു, പാർലമെന്റ് അടിച്ചു തകർക്കുന്നു. ഭരണഘടനയൊക്കെ സംരക്ഷിച്ചു വെക്കാൻ വേണ്ടി തന്നെയാണ് പ്രക്ഷോഭകാരികൾ നിന്നത്. അവരതൊക്കെ ഉയർത്തിപ്പിടിച്ച് തന്നെയാണ്. പ്രക്ഷോഭകാരികൾ അക്രമകാരികളായാൽ അവരെ നേരിടും. അങ്ങനെയൊക്കെ പ്രക്ഷോഭത്തിന് ഇടയിൽ ഏതെങ്കിലും ഒരു ചെറിയ അക്രമ സംഭവം ഉണ്ടായെന്ന് കരുതി അവരെല്ലാം വെടിവെച്ചിടും എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ ഫോഷ്കാണ്. അങ്ങനെയൊക്കെ ചെയ്ത ഭരണാധികാരികൾ ചരിത്രത്തിലും ലോകത്ത് എവിടെയും അവർക്കെല്ലാം ഒറ്റ അനുഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പാർലമെന്റ് ആക്രമിക്കാൻ വന്നാൽ വെടിവെച്ചിടും. ശരി, ഓക്കെ. പാർലമെന്റ് ആക്രമിക്കാൻ വന്നവർ പല കാലത്ത് ആക്രമിച്ചിട്ട് പോയിട്ടുണ്ട്. അന്നൊക്കെ സംരക്ഷിക്കാൻ പലപ്പോഴും കണ്ടെത്താനും ഒക്കെ നമ്മുടെ സർക്കാരുകൾ വീഴ്ചയും വന്നിട്ടുണ്ട്. ശരി, ശ്രീ രതീഷാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ രതീഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? CJPയുടെ സമരം അസാധാരണമായ ഒരു വിജയത്തിലേക്ക് എത്തുകയും ഒരു ജനപിന്തുണയൊക്കെ ഉണ്ടായി. അപ്പോൾ പുതിയൊരു മൂവ്മെൻറ്റ്, അത് എന്താവും എന്നറിയില്ല. അത് E20 എഥനോൾ കലർത്തിയ പെട്രോളിനെതിരെ, ശുദ്ധമായ പെട്രോൾ പൗരൻ്റെ ഉപഭോക്താവിൻ്റെ അവകാശമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് കൂട്ടായ്മ തുടങ്ങുന്നത്. എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഈ CJP എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞ പിന്നെ ഇപ്പം പെട്ടെന്ന് കുറച്ച് ദിവസം മുമ്പ് ഒട്ടിമുളച്ചൊരു സംഭവമല്ലേ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾ എവിടെ ഉള്ളവനാ? അമേരിക്കയിൽ നിന്ന് പെട്ടെന്ന് ആടി വീണവന്. ഇവരൊക്കെ ഫണ്ട് എവിടുന്നാ ഉണ്ടായത്? എത്ര കോടി രൂപയുടെ ഫണ്ടുകൾ എവിടെ വന്നു പറഞ്ഞത്? എത്ര കുട്ടികളാണ്? നിങ്ങളൊന്ന് പറയാം. എത്ര ശതമാനം കുട്ടികളായിരുന്നു? നിങ്ങളൊന്ന് പറയാം. നിങ്ങൾ ചാനൽ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പറയാൻ സമ്മതിക്കത്തില്ല. എത്ര ശതമാനം വിദേശത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് നോക്കാനുള്ള സംവിധാനം ഈ രാജ്യത്തിലെ രാജ്യം അത്ര മോശപ്പെട്ട രാജ്യമാണ് ഇവനൊക്കെ വന്ന് ഇവിടെ മറിയുന്നത്. ഈ രാജ്യത്തെ ഒരു അട്ടിമറി നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ എന്നിട്ട് ഇത് മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ എന്തോ ചെയ്യണം?
നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ എന്ന് എനിക്കറിയില്ല, രതീഷിന് എത്ര മനസ്സിലാവുന്നില്ല ശതമാനം എന്നറിയുന്നില്ല. കുട്ടികൾ അവിടെ സമരത്തിലുണ്ട്? എന്തായാലും ഈ ഒരു ജനതയുടെ കുട്ടിയുടെ പിന്തുണ വീട്ടിൽ തന്നെ കുട്ടികൾക്കുണ്ടായതുകൊണ്ടാണ് ഒരു കുട്ടിയുടെ വീട്ടിൽ അവസാനം തന്നെ അത് 5 വാരം ഗുണ്ടകളായിരുന്നെന്നാ പറയുന്നത്. അറിയാവോ? നിങ്ങൾക്ക് ഇതുപോലെ അറിയാം? നിങ്ങൾ ചുമ്മാ ചാനലിനകത്ത് രതീഷിനെ എങ്ങനെയാണ് ഈ വിദേശ ഫണ്ട് വന്നതിന്റെ കഥ അറിയാവുന്നത്? എവിടുന്ന് കിട്ടിയത്? അറിയാവോ? പിന്നെ രാജ്യത്തിന്റെ സമാധാനത്തിനും കുട്ടികളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അല്ലാതെ ചുമ്മാ രാജിവെച്ചൊന്നുമല്ല. രാജ്യത്തിന്റെ സുരക്ഷ, മറ്റുള്ള രാജ്യത്തിന് മുന്നിൽ നാടൻ കിടാതിരിക്കാൻ വേണ്ടിയിട്ട് രാജിവെച്ചത് അദ്ദേഹം. അല്ലാതെ ഇത് കണ്ട് ഭയന്നൊന്നും രാജിവെച്ചതല്ല. എന്തായാലും രതീഷ് നല്ല കാര്യം. പക്ഷേ ഈ വിദേശ ഫണ്ട് വന്നതൊക്കെ തടയാൻ കഴിയാത്ത ഒരു സർക്കാരൊന്നും അല്ല കേന്ദ്രം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ കാണിച്ചല്ലോ, അവിടെ ആഹാരം വിതരണം ചെയ്ത് ഒരുത്തനെ പൊക്കി. ആഹാരം വിതരണം ചെയ്യണ്ടേ? പൈസ മൊബൈൽ കട നടത്തിക്കൊണ്ടിരിക്കുന്നവന് അവന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഇടുന്ന ശ്രീ രതീഷ്, ഈ കേരളത്തിൽ നടക്കം 100 കണക്കിന് 1000 ആളുകൾ സ്വിഗ്ഗിയിലും സൊമാറ്റോ അടക്കമുള്ള ഈ ഓൺലൈൻ ഡെലിവറി സൈറ്റുകളിൽ ബുക്ക് ചെയ്ത് ജന്തർ മന്ദിറിലെ ഈ അവിടെ സമരം നടത്തിയ കുട്ടികൾക്ക്, ആ യുവാക്കൾക്ക് ഭക്ഷണം എത്തിച്ചവരുണ്ട്. അങ്ങനെയാണ് രാജ്യം. എവിടുന്ന ഭക്ഷണം? ഇത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണം വരാൻ ഇവിടുന്ന് പറഞ്ഞത് ഈ കേരളത്തിൽ നടക്കം ആളുകൾ എത്തിച്ചിട്ടുണ്ടെന്ന് ഭക്ഷണം. കേരളത്തിൽ ഇതൊക്കെ ചുമ്മാ പറയാൻ, ഇതിലൊന്നും പോകാതെ ഈ കേരളത്തിൽ, നമ്മുടെ കേരളത്തിലെ കാര്യം പറയാം. ഇവിടെ എത്രയോ വ്യക്തികളെ കണ്ട സെക്രട്ടേറിയറ്റ് ചെയ്ത് സമരം ചെയ്യുന്നത്. ഒരു മനുഷ്യർ ഒരു സെലിബ്രിറ്റി പോലും പറഞ്ഞു ഒന്നിനും പോകുന്നില്ല. ആ പാവങ്ങൾ എത്ര ദിവസം കൊണ്ട് അവിടെ ഇരിക്കുക? മണ്ണും വാരി തിന്നും. അതാരാണ്? പിന്നെ റാങ്ക് ലിസ്റ്റ് ആൾക്കാർ അവിടെ ഇരിക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ ആളുകൾ അല്ലെങ്കിൽ വർഷങ്ങൾ അവിടെ സമരം ചെയ്ത് സഹോദര, ഒരു മനുഷ്യനില്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു? ഒരു സെലിബ്രിറ്റി പോയി. രതീഷ് പറയുന്നത് ഈ ഇവിടെ എത്രയോ പേരെ അടിച്ചും തകർത്തും ഈ പോലീസുകാർ അക്രമങ്ങൾ നമ്മളെ ഈ സെക്രട്ടറിയേറ്റ് മാർച്ച് നടത്തുമ്പോൾ ചെയ്യുന്നത്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതും ഇതല്ലേ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങളല്ലയോ? നിങ്ങൾക്ക് ഈ ചാനലുകാർ എന്തെങ്കിലും ഇങ്ങനെ ഓരോന്നങ്ങ് പറഞ്ഞോളൂ. ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാതാ പറയുന്നത്. നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇവിടെ നിയമപരമായിട്ടുള്ള വ്യവസ്ഥകളുണ്ട്. രതീഷ്, എന്റെ ഒരു സംശയം, കുട്ടികൾക്ക് സമരം ചെയ്യാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. അതും അവർക്ക് സപ്പോർട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്താൽ ആരും അംഗീകരിക്കത്തില്ല. ആരാണ് രതീഷ് രാജ്യദ്രോഹികൾ? സമരം ചെയ്ത കുട്ടികളാണോ രാജ്യദ്രോഹി? രാജ്യത്തെ ഇത്ര അക്രമം ആക്കിച്ചു വിടുന്നത് എന്തിനാ? അവരാണ് അക്രമം അഴിച്ചുവിടുക. സമാധാനപരമായി സമരം ചെയ്ത കുട്ടികളെ തല്ലിച്ചതച്ചാണോ അക്രമം അഴിച്ചു വിടുക? സമാധാനപരമായി സമരം ചെയ്ത കുട്ടികളെ തല്ലിച്ചതച്ചാണോ? കുറച്ചു ദിവസം അവിടെ ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോ വേറെ കുറെ ആൾക്കാരകത്ത് ഇടപെട്ടായി പ്രശ്നമായത്. പല ആളുകളും വരും സമരം വരും. ക്യാമറകൾ വരെ തല്ലിപ്പറിച്ച് കളയുന്നത് നമ്മൾ TV കണ്ടോണ്ടിരിക്കുക. ക്യാമറകൾ വരെ അവിടെ ഇരിക്കുന്നത് വലിയ വീപ്പറ്റാങ്കെ കയറി ഇന്ന് അടിച്ചു തല്ലിപ്പൊടിച്ച് കളയുക. ആണോ? കുട്ടികളെ അടിക്കുന്നത് താങ്കൾ കണ്ടില്ലല്ലോ? കുട്ടികളെ അടിക്കുന്നത് താങ്കൾ കണ്ടില്ലേ? ഈ പോലീസുകാരൊന്നും അല്ല അടിക്കുന്നത്. പോലീസുകാരല്ല, മറ്റു ചില പാർട്ടികളുടെ ഗുണ്ടകളൊക്കെ അതിനകത്ത് കുറെ അക്രമികൾ കയറി ഈ പ്രശ്നം ഉണ്ടാക്കി ലോക രാജ്യങ്ങളെ മുന്നിൽ ഇന്ത്യ നാണം കെടുത്താൻ ചെയ്യുന്ന പണികളായത് മൊത്തം. ഇത് കണ്ടുകൊണ്ട് തന്നെ സർക്കാർ ആ കുട്ടികളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടി എത്താൻ ചെയ്ത കാര്യത്തിന്, കുട്ടികളെ സേഫ്റ്റിക്ക് വേണ്ടിയായി. തെറ്റുണ്ടെങ്കിൽ നമ്മൾ തെറ്റെന്നാന്ന് പറയാം. ചോർച്ച തന്നെ തെറ്റ് തന്നെ. പക്ഷെ നമ്മളൊരു കുട്ടികളുടെ സമരത്തിന് നമ്മൾ പിന്തുണ കൊടുത്ത് അവിടെ ഇരുന്ന സമാധാനമായിട്ട് കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്ന, അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പോലെ ഇങ്ങനെ പ്രതി അക്രമങ്ങൾ തുടങ്ങി. എന്തുവാ ഇതൊക്കെ? രാജ്യത്ത് ഈ ജനങ്ങളെല്ലാം കുറച്ചുപേരും കണ്ടുകൊണ്ടിരിക്കുമല്ലോ, കുറച്ചുപേരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നില്ല, ബാക്കിയുള്ളവർ. രതീഷ്, ഇപ്പൊ രതീഷിന് പക്ഷേ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഈ വിദേശ ഫണ്ട് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് രതീഷിന് ഇതുവരെ സർക്കാർ താങ്കൾ കരുതുന്നുണ്ടോ? അതിനൊക്കെ ശേഷിയുള്ള സർക്കാരാണ് ശ്രീ രതീഷ് കേന്ദ്രം ഭരിക്കുന്നത്. വിദേശ ഫണ്ട് കേരളത്തിലെ ഇന്ത്യയിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വഴി കണ്ടെത്താനും തടയാനും ഒക്കെ ശേഷിയുള്ളവരാണ്. പിന്നെ ഈ സമരത്തിന്റെ നായകൻ അയാൾ ഇന്ത്യക്കാരനാണ്. ഇന്ത്യയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു പിന്നാക്ക ദളിത് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അവിടെ നിന്ന് വിദ്യാഭ്യാസം നേടി പോയ ആളാണ്. ആയിക്കോട്ടെ, അത് അമേരിക്കയിലല്ലായിരുന്നോ? അതിന് അമേരിക്കയിൽ പോയി പഠിച്ചതല്ലേ? അല്ല ഇവിടുന്ന് ആരും പറഞ്ഞിട്ടല്ലോ. അവിടുന്ന് ഈ മൊബൈൽ ഇന്റർനെറ്റ് ഒക്കെ വഴി ഇങ്ങനെ ഓരോരുത്തരെ ഗ്രൂപ്പിൽ കയറ്റി നല്ല പാർട്ടി നന്നായിക്കോട്ടെ, അടുത്ത പിന്നെ മത്സരത്തിൽ അവർ പങ്കെടുക്കട്ടെ, അവർ വിജയിക്കട്ടെ, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നല്ല കാര്യത്തിൽ അവർ പങ്കെടുക്കുന്നുണ്ട്, അവർ ചെയ്യട്ടെ. ഇതിനകത്തിൽ ഇതിനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നു. ബഹളം വെക്കേണ്ടി വന്നാൽ ബഹളം വെക്കണ്ടേ? രാജ്യത്ത് വലിയ സുരക്ഷയുള്ള ഏരിയയാണ്. എന്ത് സുരക്ഷ? നമ്മള് പ്രധാനമന്ത്രിയുടെ ഓഫീസിലോട്ടെ ഭാഗത്തായിട്ടൊക്കെ ഇങ്ങനെ ബഹളം കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഇതിലും വലിയ രതീഷ് അത് കേൾക്കണം, ഇതിലും വലിയ സമരങ്ങൾ ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. ഡൽഹിയിൽ കർഷക പ്രക്ഷോഭം നടന്ന സമയത്ത് കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് പ്രക്ഷോഭം നടന്ന കാലത്ത് അന്ന് ഈ രാഷ്ട്രപതി ഭവന്റെ മുന്നിലെ വിളക്കുകാലിൽ കയറി നിന്നാണ് കുട്ടികൾ അതിന് നേരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ പാവങ്ങള് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമില്ല. ശരി, ഓക്കെ. എന്തായാലും ആ കുട്ടികളോടുള്ള താങ്കളുടെ കരുതൽ കേൾക്കുമ്പോൾ അവർക്ക് എല്ലാ പിന്തുണയും ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുട്ടികളെ എത്ര ശതമാനം ഉണ്ടെന്നുള്ളത് നമുക്ക് കുട്ടികളോടുള്ള കരുതൽ കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ആത്മാർത്ഥത വളരെ വ്യക്തമാണ് രതീഷ്.
ആ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ശരി, ഓക്കെ. കുട്ടികളുണ്ട്, ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, സമരത്തെ അംഗീകരിച്ച് രാജിവെച്ചത് സംഭവിച്ചു. അത് മതി. അത് വേണ്ട കാര്യം തന്നെയായിരുന്നു. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്തെന്നേ ഞാൻ പറയത്തുള്ളൂ. ശരി, ആ രാജ്യത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത്. സ്വാതന്ത്ര്യദിനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ശരി, അത് ശരിയാണ് ശ്രീ രതീഷ്, അത് ഞാൻ അംഗീകരിക്കുന്നു. ഇവിടെ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ രാജിവെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ രാജിവെച്ചു, അത് നല്ല കാര്യം. ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യം ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുക. നമ്മൾ അതിനകത്ത് ഇത്രയും പ്രശ്നങ്ങളാകുമ്പോൾ നാണക്കേടല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അതെ, നാണക്കേടാണ്, ഉറപ്പായി നാണക്കേടാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വിട്ടുവീഴ്ച തയ്യാറായി ചിലപ്പോൾ നമ്മൾ തോറ്റു കൊടുത്തേണ്ടി വരും. കൊടുത്ത് അത് തെറ്റായ കാര്യമൊന്നും ഞാൻ വിചാരിക്കുന്നത്. രാജ്യത്തിന് വേണ്ടിയിട്ടല്ലേ. ശരി, ഓക്കെ. ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ റജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശുദ്ധമായ പെട്രോളിന് വേണ്ടി ഒരു പുതിയ കൂട്ടായ്മ E20 ജനതാ പാർട്ടി എന്ന പേരിൽ തുടങ്ങുന്നു. ക്രോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു വിജയം കണ്ടിട്ടായിരിക്കും അത്ര ഒരു മൂവ്മെന്റ് തുടങ്ങുന്നത്. അതിനെ ഇത് എങ്ങനെ കാണുന്നു, അവരുടെ ആവശ്യത്തെ? ആദ്യം തന്നെ ഈ കാര്യം പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് തട്ടത്തക്ക രീതി അവതരിപ്പിച്ച കിരണിനെ ആദ്യം അഭിനന്ദിക്കുന്നു. ഇനി കാര്യത്തിലേക്ക് വരാം. ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇതുവരെ നടന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമര പരമ്പരകൾക്ക് ഒരു പുതിയ സംസ്കാരം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് കാണുന്നത്. അതായത് ഈ ചെറുപ്പക്കാര് നിന്ന് തല്ലുകൊള്ളുക, അവർ യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ല, എങ്ങും കത്തിക്കാനും പോയില്ല, ട്രെയിൻ മറിക്കാൻ പോയില്ല, ഒന്നുമില്ല. അത് ഗവൺമെന്റ് പോലും പറയുന്നില്ല. അപ്പൊ ഒരു പുതിയ സംസ്കാരം ഇന്ത്യയിൽ ഉടലെടുത്തിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഭരണാധികാരികൾ ചെയ്തതുപോലെ ദൈവങ്ങളുടെ ഒന്നും പൂജിച്ചോ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒന്നും നേടാൻ പറ്റില്ല. ജനകീയ വിഷയങ്ങൾ കാലാകാലങ്ങളായി മുന്നോട്ട് വന്നിരിക്കുന്നതിന്റെ പരിണത ഫലമാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ വിജയം. ആ സമരഭടന്മാരെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ടൊന്നും ഞാൻ പോകുന്നില്ല. നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശരി, വളരെ വ്യക്തവും കൃത്യവുമാണ് റജിയുടെ അഭിപ്രായം. ശ്രീ മണികണ്ഠനാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ മണികണ്ഠൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഞാൻ പറയുന്നത്, നമ്മളെ ഈ നാടിന് എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയും. ഈ 12 വർഷമായിട്ട് നിങ്ങൾ ഈ പറയുന്ന ഈ ജനാധിപത്യ പ്രശ്നങ്ങളും പിന്നെ ഈ വർഗീയത ഒക്കെ വിളമ്പണ പിന്നെ മാപ്രകളാണല്ലോ ഇപ്പൊ നിങ്ങള്. എന്താണ് ഈ 12 വർഷമായിട്ട് നമ്മുടെ പിന്നെ ഈ രാജ്യത്ത് ഒരു വർഗീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ നടന്നിട്ടുള്ളത്? രാജ്യം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്, മുന്നോട്ട് പോയിട്ടിരിക്കുക. നമ്മുടെ GDP ആയാലും മറ്റുള്ള എല്ലാ കാര്യത്തിലും പിന്നെ നമ്മുടെ ഭരണാധികാരികൾ അത്രയും മികച്ച രീതിയിൽ പോവാം. അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും പിന്നെ മറ്റുള്ള നമ്മളെ ഈ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ചെയ്ത പോലെ അത് അട്ടിമറിക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ജൻസിയെ ഇറക്കിയിട്ട്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മണികണ്ഠൻ്റെ അഭിപ്രായം. ശ്രീ പ്രദീപാണ്, ന്യൂയോർക്കിൽ നിന്നാണ്. ശ്രീ പ്രദീപ്, താങ്കൾ ലോകത്തെ വിവിധ രാജ്യങ്ങളിലും ആ രാജ്യത്തെ പ്രക്ഷോഭങ്ങളുമൊക്കെ കണ്ടിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ കൂടി ചോദിക്കുകയാണ്. ലോകത്ത് പല പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും ഇത്തരം യുവജന പ്രക്ഷോഭങ്ങൾ വന്ന വമ്പൻ മാറ്റങ്ങൾ, വിപ്ലവങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലും സമാനമായ രീതിയിലേക്ക് ഒരു യുവജന പ്രക്ഷോഭം വരുന്നു. അവരുടെ ആവശ്യങ്ങൾ അവസാനം അംഗീകരിക്കേണ്ടി വരുന്നു. ഇപ്പോൾ പുതിയൊരു മൂവ്മെൻറ്റ്, എത്തനോൾ കലർത്തിയ പെട്രോൾ വിൽക്കുന്നതിന് പകരം ശുദ്ധമായ പെട്രോൾ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുന്നു. എങ്ങനെയാണ് താങ്കൾ ആ കൂട്ടായ്മയെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം പ്രദീപ്. എനിക്ക് തോന്നുന്നത് ഇനി തൊട്ടതിനും പിടിച്ചതിനെല്ലാം പ്രക്ഷോഭങ്ങളെ 20 ജെൻസി 30 ജെൻസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. കാരണം ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ഒരു കണക്കിന് ഞാൻ കൂടെ ആവശ്യപ്പെട്ട കാര്യമാണ്. ആദ്യമേ ആ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ അലിഗേഷൻ വന്നപ്പോൾ, ആ ഒരു വലിയ കുട്ടികളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉള്ളൊരു അന്വേഷണം അല്ലെങ്കിൽ പുതിയൊരു ആളെ കൊണ്ടുവരണമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഈ പാറ്റയ്ക്കും പല്ലിക്കും പഴുതാരൊന്നും ഇതേപോലെ കയറി വരുവാനുള്ളൊരു അവസരം ഒഴിവാക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല മിസ്റ്റർ കിരൺ. ഇതിന്റെ പുറകില് പല്ലി പഴുതാരെന്നൊക്കെ താങ്കളെ ഒരു ചെറിയ പുച്ഛസ്വരത്തിൽ പറയുമ്പോൾ ആ പാറ്റകൾ തീരുമാനിച്ച് ഒരു ഭരണകൂടത്തെ മറ്റ് വലിയ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും കഴിയാത്ത രീതിയിലേക്ക് വരച്ച വരയിൽ കൊണ്ടുവന്ന് നിർത്തിയ കുട്ടികളാണ് പാറ്റകൾ. അതെ, അത് മോശമൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ കഞ്ഞി തന്നെ പാറ്റ വേണം, നമ്മൾ എന്തെല്ലാം കഞ്ഞി കുടിക്കൂലല്ലോ, കളയുമല്ലോ. അത്രയല്ല, നമ്മൾ എന്തായാലും അത് കുടിക്കാൻ. പാറ്റകളുടേതാണ് ഈ രാജ്യം എന്നത് താങ്കൾ ആലോചിക്കണം. അതെ, കൂറകൾ വളരെ വൃത്തികെട്ട സാധനങ്ങളാ. പക്ഷെ അവരുടേതാണ് ഈ രാജ്യം, അവരുടെ കൂടിയാണ്, അവരാണ് ഈ രാജ്യത്തിന്റെ ഭാവി. നോട്ട് ഓൺലി ദം, എവരിബഡി. നിങ്ങളും ഞാനും കൂടെ ചേർന്നതാ. ഞാൻ പറഞ്ഞത്, ഞാനും നിങ്ങളും ഒക്കെ പ്രതികരിക്കാതിരിക്കുന്ന ഘട്ടത്തിൽ പ്രതികരണത്തിന്റെ ഉശ്രൻ സ്വരവുമായി രംഗത്തിറങ്ങുകയും ഒരു ഭരണകൂടത്തെ തന്നെ തിരുത്തുകയും ചെയ്യുന്ന അത്തരം പാറ്റകളിൽ
സ്വാഭാവികമായും ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനതയ്ക്ക് വലിയ പ്രതീക്ഷയോടുകൂടി കാണും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അവർക്ക് രാഷ്ട്രീയ ഭേദമന്യേ ഒരു രാഷ്ട്രീയത്തിലും പെടാത്ത ആളുകളടക്കം പിന്തുണയുമായി എത്തിയത്. രാഷ്ട്രീയം ഇല്ലാതിരിക്കണം എന്ന് പറയുന്നത് തെറ്റല്ലേ? രാഷ്ട്രീയം വേണം, ആരും പറഞ്ഞില്ല ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ഭേദമന്യേ വിവിധ രാഷ്ട്രീയ പാർട്ടികൾപ്പെടുന്ന ആളുകൾ ഒരുമിച്ച് നിന്ന് അവർക്ക് പിന്തുണ കൊടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തകരല്ലാത്തവർ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളുകൾ അടക്കം വന്ന് അവർക്ക് പിന്തുണ കൊടുക്കാനുള്ള കാരണം എന്താണ്? എനിക്കും നിങ്ങൾക്കും അനീതി ബോധ്യപ്പെട്ട ഒരു വിഷയത്തിൽ തെരുവിലിറങ്ങാനും സമരം ചെയ്യാനും ഈ രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കാനും തയ്യാറായ ഒരു കൂട്ടം ചെറുപ്പക്കാരോടുള്ള ഐക്യദാർഢ്യം, ആ ഐക്യദാർഢ്യം കൊണ്ടാണ് ജനത അവർക്ക് പിന്തുണ കൊടുത്തത്. അതെ മിസ്റ്റർ മനു, ഞാൻ പറഞ്ഞത് ശക്തമായ ഒരു പ്രതിപക്ഷം ഏതൊരു രാജ്യത്ത് നിന്നോ, ഒരു ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിപക്ഷം, ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലെങ്കിൽ ആ ഭരണപക്ഷത്തിൽ ഇരിക്കുന്നവർക്ക് തോന്നിയ പോലെ കാണിക്കാൻ തോന്നുന്നുണ്ട്. അത് ക്വൈറ്റ് നോർമൽ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? ഇപ്പോൾ പ്രതിപക്ഷമായി വരുന്നവർ ചെയ്യേണ്ടത് അവരുടെ ആവശ്യം ജനുവൽ ആയിരിക്കണം. അവർ ഉന്നയിക്കുന്ന ആവശ്യം ജനങ്ങൾക്കും എല്ലാവർക്കും ഇപ്പോ ഈ പാർട്ടി ആ പാർട്ടിയിലുള്ളവർ ആവശ്യപ്പെട്ടത് ഞാൻ കൂടെ സപ്പോർട്ട് ചെയ്തല്ലോ. ഞാനും പറഞ്ഞു അദ്ദേഹം രാജിവെക്കണമെന്ന്. ഞാൻ ഇവിടെ ഇതിന് മുമ്പ് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു രാജിവെക്കണം. കാരണം ഇത്രയും കുട്ടികളുടെ ഫ്യൂച്ചറെ ബാധിക്കുന്നതാകുമ്പോൾ നമുക്ക് ഒരു കോംപ്രമൈസ് കൊടുക്കാൻ പറ്റില്ല. ദേ ആർ ദ ഫ്യൂച്ചർ. അപ്പോ നമ്മൾ ഈ ഇന്ത്യ മഹാരാജ്യം എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? നമുക്ക് നമ്മളെ രാജ്യം ഒരു ലോകത്തിലെ ഏറ്റവും നമ്പർ 1 രാജ്യമായി മാറണമെന്നും അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറായ കിഡ്സിനെ നമ്മുടെ കുട്ടികൾക്ക്, അടുത്ത തലമുറയ്ക്ക് നമ്മൾ എന്തായാലും, എന്റെ ഗ്രാൻഡ് ഫാദറൊക്കെ ബ്രിട്ടീഷുകാരുടെ സ്ലേവ് ആയിരുന്നു. സോ മൈ നെക്സ്റ്റ് ജനറേഷൻ ഒരുതരം അലക്ഷിതത്വമായ ഒരു ലൈഫ് കൂടെ കടന്നുപോയി. സോ എന്നെ പോലുള്ളവർ പോകുന്നത് അബ്രോഡും അവിടെ ഇവിടെയും ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ. പക്ഷെ അടുത്ത കുട്ടികളെങ്കിലും, നമ്മുടെ അടുത്ത തലമുറകൾ ഇത് അവരുടെ സ്വന്തം രാജ്യമാണ്. ഈ രാജ്യത്ത് അവർ നന്നായി ജീവിച്ച് കഴിയാൻ വേണ്ടി സായിപ്പിന് മാത്രം ജീവിച്ചാൽ പോരാ. ഈ ലോകത്ത് നമുക്കും ജീവിക്കാനുണ്ടെന്നേ. നമുക്കും അവരെക്കാളും എല്ലാം വിളിച്ചു പറയാൻ പറ്റുന്ന പൈതൃകമുണ്ട്. പിന്നെ നമ്മളെ എല്ലാവരും ചൂഷണം ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ വ്യക്തമായി പറയുക, അത് നേടിയെടുക്കുക. പക്ഷെ കലാപം ഉണ്ടാക്കരുത്. കലാപം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അത്തരം വെള്ളി നാണയങ്ങളെ കണ്ടെത്തി അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ എത്തിനോൾ ആണെങ്കിൽ ഓക്കെ, നോക്കൂ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് കർഷകരുടെ സേവനത്തിന് വേണ്ടിയാണ്. എനിക്ക് 4 വണ്ടി കിടപ്പുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പെട്രോളാണ് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്കറിയാം അതിന് കംപ്ലൈന്റ് വരുന്നുണ്ട്. സോ അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് ശക്തമായ ഒരു പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുള്ളൂ. ശ്രീ പ്രദീപ്, അവർ ആവശ്യപ്പെടുന്നത് വളരെ കൃത്യമാണ്. നിങ്ങൾ എഥനോൾ കലർത്തിയ പെട്രോൾ വിൽക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ എഥനോൾ കലർത്താത്ത ശുദ്ധമായ പെട്രോൾ കിട്ടുക എന്നുള്ളത് ഉപഭോക്താവിന്റെ അവകാശമാണ്. അതുകൂടി വിൽക്കുക. ഞങ്ങൾ തിരഞ്ഞെടുക്കാം, ഉപഭോക്താക്കൾ തിരഞ്ഞെടുക്കാം ഏത് പെട്രോൾ വേണമെന്ന്. അതാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അത് നല്ല കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് N95 എന്നെന്തോ പറഞ്ഞത് എത്തനോൾ ഇല്ലാത്തതാണെന്ന് തോന്നുന്നത്. അതിന് 115 റുപ്പീസ് റൈറ്റ്? അല്ല സോറി, 125 റുപ്പീസ് എന്തോ ആണെന്ന് തോന്നുന്നു ഇപ്പോഴും. ഞാൻ മുന്നേ അടിച്ചിട്ടുണ്ട് അത്. S95 100 അങ്ങനെ 2 ഉണ്ട് ഇന്ത്യൻ ഓയിലില്. എനിവേ ഞാൻ പറഞ്ഞ ജെൻസി എന്നുള്ളതല്ല, പ്രക്ഷോഭണം എന്നല്ല, പ്രതിപക്ഷം ശക്തമായിരിക്കണം, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണം, ഭരണപക്ഷത്തെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രതിപക്ഷം ശക്തമായില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് ശക്തമായി ആളുകൾ എത്തും എന്നുള്ളതിന്റെ കൂടി. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ എഥനോൾ കലർത്തിയ പെട്രോൾ വിൽറ്റോ, പക്ഷേ എഥനോൾ കലർത്താത്ത ശുദ്ധമായ പെട്രോൾ വേണം എന്നുള്ള ആവശ്യം ഒരു കൂട്ടർ ഉന്നയിക്കുന്നത്? അല്ല, ആവശ്യമൊക്കെ ന്യായമാണ് കിരൺ ബാബു. പക്ഷേ ഈ CJPന്റെ ആ പ്രക്ഷോഭം പോലെയല്ല ഇത്. CJPന് 100% ന്യായമായ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളും അംഗീകരിച്ച സമരമാണ് CJPന്റെ. അതുപോലെ ഉള്ള അംഗീകാരം ഇത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ കോൺഗ്രസുകാർക്ക് ഈ പ്രതിപക്ഷത്ത് ആ ദൗത്യം ഏറ്റെടുക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ട് കോൺഗ്രസിന് വിശ്വാസമില്ല? ഈ രാഹുൽ ഗാന്ധിയും ഈ നമ്മുടെ KC വേണുഗോപാലും ആദ്യം ചിന്തിക്കേണ്ട അതിനെപ്പറ്റിയാണ്. എന്തുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസമില്ല കോൺഗ്രസിനാ? ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്, ഇപ്പൊ ഈ കഴിഞ്ഞ പ്രക്ഷോഭത്തിൽ തന്നെ കോൺഗ്രസ് എന്താ ചെയ്തത്? എല്ലാം ബസ് നിറച്ചു ആള് കയറി സ്റ്റെപ്പിന്റെ മുകളിൽ വരെ ആളുണ്ട്. പിന്നെ ആ ബേക്കിലത്തെ കോണിന്റെ മുകളിൽ പിടിച്ചിട്ട് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും യാത്ര ചെയ്യുന്നേ ഉള്ളൂ. ഇവർക്ക് ഈ സമരത്തിൽ ഒരു പങ്കുമില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കേണ്ടത്, ഒരു ഭരണകൂടം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം അവർക്ക് 5 കൊല്ലം കാലാവധി 2 കൊല്ലം കഴിഞ്ഞാൽ മതി. നിങ്ങൾ മറ്റ് പല രീതിയിലും അട്ടിമറിക്കാൻ നോക്കണ്ട. ഈ നാട്ടിലെ അരാജകത്വം ഉണ്ടാക്കാനോ കലാപം ഉണ്ടാക്കാനോ ശ്രമിക്കണ്ട. നേരത്തെ ഇപ്പൊ CJPയുടെ ആൾക്കാർ മുഴുവൻ, ഞാൻ ആദ്യം മുതലേ പറഞ്ഞു, ആദ്യം തന്നെ മന്ത്രി രാജിവെച്ചില്ലെങ്കിൽ ഇത്രയും പ്രക്ഷോഭം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അത് കൂടുതൽ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് നാട്ടിലെ കലാപം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമ്മുടെ നാട്ടിൽ 2 കൊല്ലം കഴിയട്ടെ. അത് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. ഇവരെ പറ്റൂലെങ്കിൽ ഇവർ പുറത്താക്കട്ടെ എന്ന്. അല്ലാതെ വെറുതെ നാട്ടുകാരെ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട് നല്ല രീതിക്ക് പോകുന്നതാണ്. തമ്മിലടിച്ചിട്ട് പ്രക്ഷോഭം ഇല്ലാതെ അടുത്ത ഇലക്ഷൻ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് മോദിനെ താഴെ ഇറക്കാന്നേ. അതുവരെ നമുക്ക് സഹിക്കാൻ 2 കൊല്ലം സഹിക്കണ്ടു.
ഓക്കെ കിരൺ ബാബു. ശരി, ഓക്കെ. ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, ഈ പുതിയ ഒരു കൂട്ടായ്മ കൂടി രൂപപ്പെടുന്നു. ശുദ്ധമായ പെട്രോൾ വാങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് കിട്ടുക എന്നുള്ളത് ഉപഭോക്താവിൻ്റെ അവകാശമാണ് എന്നുള്ളതാണ് ഈ പുതിയ EJP എന്ന് പറയുന്ന കൂട്ടായ്മയെ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. എവിടെയായിരുന്നു? കുറച്ച് ദിവസം കണ്ടില്ലല്ലോ. ഞാൻ 3 ദിവസമില്ലായിരുന്നു, ഒരു യാത്ര പോയിരുന്നത്. ഓക്കെ. അച്ഛനും സുഖമാണല്ലോ? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ കാര്യം. ഇത് നമ്മളിപ്പോ കുട്ടികള് CJP എന്നും പറഞ്ഞു വന്ന് അവര് നല്ല ഉന്നതമായിട്ടൊരു വിജയം അങ്ങ് കൈവരിച്ചു. അതുപോലെ അടുത്ത ഈ വെഹിക്കിളിന്റെ ഇത് വെച്ച് E20 EJP എന്നും പറഞ്ഞു വരുന്നതും വിജയിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ വണ്ടിക്കല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ പെട്രോൾ മിഥനോളൊക്കെ ചേർത്ത പെട്രോൾ അടിക്കുമ്പോൾ നമ്മുടെ വണ്ടിക്കല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. എത്തനോൾ സോറി. അപ്പം അത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടുന്നതാണ്. അതിനെപ്പറ്റി ഒരു പ്രക്ഷോഭം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്ത് ഇതേപോലെ വിജയിപ്പിച്ചെടുക്കണം. കാരണം ഈ മേളിലിരിക്കുന്ന മന്ത്രിമാർക്കോ വന്നോ അതൊരു പ്രശ്നമല്ല. അവർക്ക് വണ്ടി കേടാവുകയാണെങ്കിൽ അവർക്ക് മാറ്റിയെടുക്കാം. നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് വിജയിപ്പിക്കുകയും വേണം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീമതി ജയ. ശ്രീ ജ്യോതിഷ് കുമാറാണ്, ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ ജ്യോതിഷ് കുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ ശുദ്ധമായ പെട്രോൾ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള കൂട്ടായ്മയെ കാണുന്നത്? അതൊക്കെ രാജ്യ താല്പര്യത്തിനനുസരിച്ചല്ലേ നടന്നു പോകുന്നത് മുന്നോട്ട്. ഇവിടെ ഇപ്പോൾ ഈ പാച്ചാ പാർട്ടി എന്നും പറഞ്ഞ് ഡൽഹിയിൽ നടന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും കേരളത്തിലെ മാധ്യമങ്ങൾ, നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ വസ്തുതാപരമായ എന്ത് റിപ്പോർട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത്? ഒന്ന് പറയാവാ? ഞങ്ങൾ വസ്തുതാപരമല്ലാതെ നൽകിയ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് താങ്കൾ ചൂണ്ടിക്കാണിച്ചാൽ അത് നമുക്ക് തിരുത്താം. കുറച്ചു നേരത്തെ ഇപ്പൊ ഒരു 5 മിനിറ്റ് മുമ്പ് താങ്കൾ ഒരു 3 പേര് സംസാരിക്കുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞത് കുട്ടികൾ സമാധാനപരമായി സമരം ചെയ്തു എന്നാണ് താങ്കൾ പറഞ്ഞത്. അതെ, കുട്ടികൾ സമാധാനപരമായി തന്നെയാണ്. ശ്രീ ജ്യോതിഷ് കുമാർ, കുട്ടികൾ സമാധാനപരമായി തന്നെയാണ് സമരം ചെയ്തത്. അതിനിടയിലേക്ക് പോലീസിന്റെ അതിക്രമം ഉണ്ടായ സമയത്ത് ചില പ്രതികരണങ്ങൾ, യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്, അവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം പ്രതികരണങ്ങൾ ആ പ്രായത്തിൽ വരുന്ന ചെറുപ്പക്കാർ സമരം നടത്തുമ്പോൾ ഉണ്ടാവും. ആ പ്രതികരണങ്ങൾ എവിടെയായാലും ഉണ്ടാവും, അത് സ്വാഭാവികവുമാണ്. അതുപോലും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് അവരുടെ നേതാക്കളൊക്കെ ആഹ്വാനം ചെയ്തത്. പക്ഷേ ചില ഘട്ടത്തിലൊക്കെ അങ്ങനെ തല്ലുകൊണ്ടപ്പോൾ വീണ്ടും മാറോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഉശിരുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ നമ്മൾ കണ്ടു. പോലീസുകാരൻ അടിച്ച് അയാളുടെ ലാത്തി കൈ കുഴയുമ്പോഴും എന്നെ അടിച്ചോളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടു. ചിലപ്പോൾ അവർ തിരിച്ചടിച്ചെന്നിരിക്കും. രാജ്യത്തെ ഒത്തു കൊടുക്കാൻ പറ്റുന്ന രാഹുൽ ഗാന്ധി അല്ലേ മാറോ എന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞത്? അതല്ലേ ഈ പറയുന്നത്? രാഹുൽ ഗാന്ധി അല്ലല്ലോ സമരം ചെയ്തത്, അവിടെ വേറെ കുട്ടികളല്ലേ സമരം ചെയ്തത്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം ചെയ്തെങ്കിൽ അതിനകത്ത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ പോയിട്ടുണ്ട്. അതിനകത്ത് ഈ ജ്യോതിഷടക്കം പോകേണ്ടതല്ലേ? എന്ത് കാര്യത്തിന്? ഈ രാജ്യത്തെ യുവാക്കളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ ഈ രാജ്യം സംരക്ഷിക്കേണ്ട, ഈ രാജ്യത്തിന്റെ ഭാവി ആരാണ്? ഈ യുവാക്കളാണ്, ഈ ചെറുപ്പക്കാരാണ് നാളെ ഈ രാജ്യത്തെ നയിക്കേണ്ടത്. അവരെ ഈ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവർക്കൊപ്പം നിൽക്കണ്ടേ നമ്മൾ? അതിന് കൈകാര്യം ചെയ്യാനൊക്കെ ഇവിടെ ഭരണ സംവിധാനമുണ്ട്. നേപ്പാളിലും ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും അട്ടിമറിച്ചു. ഇനി അടുത്തത് ഇന്ത്യയാണ് എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പറഞ്ഞു പോകണം. നടക്കുന്ന കാര്യം വല്ലതാണോ? നിങ്ങളിവിടെ കേരളത്തിലെ മാപ്പറകൾ വിചാരിച്ചാൽ നടക്കുവാ ഈ കേന്ദ്ര ഭരണം അട്ടിമറിക്കാനായിട്ട്? ഞങ്ങളോ അല്ലെങ്കിൽ ഈ സമരം ചെയ്തവരോ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഭരണകൂടത്തെ അട്ടിമറിക്കണമെന്ന് ആവശ്യം അവർ ഉന്നയിച്ചിട്ടേ ഇല്ല. അവർ ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാനാണോ സമരം ചെയ്തത്? അല്ല, അവർ ഈ രാജ്യത്ത് ന്യായമായ പരീക്ഷകൾ നടക്കണം. അവിടെ പരീക്ഷ എഴുതുമ്പോൾ ന്യായമായ കുട്ടികൾക്ക്, അതിൽ പഠിച്ചെഴുതുന്ന കുട്ടികൾക്ക് ഉന്നത വിജയം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് അവർ സമരം ചെയ്തത്. ഈ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നതാണ് സാറേ. ഈ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നതാണ്. എന്ത് കോപ്രായങ്ങളാണ് അവിടെ കണ്ടത്? വിദ്യാർത്ഥികളാണോ സമരം ചെയ്തത്? അവിടെ അക്രമം നടത്തിയത് വിദ്യാർത്ഥികളാണോ? ശ്രീ ജ്യോതിഷ, എന്ത് കോപ്രായം താങ്കൾ കണ്ടത്? എന്തുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എടുക്കുന്നതൊക്കെ വിദ്യാർത്ഥികളെ പോലീസുകാർ കൈകാര്യം ചെയ്യണ വീഡിയോ നിങ്ങൾ കാണിക്കുന്നത്. അതിനുപരി 120ഓളം പോലീസുകാർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. സീരിയസ് അവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എന്തിനു പറയുന്നു? ഒരു സ്ത്രീയുടെ, ഒരു അമ്മയാണ്, അവരുടെ വയറ്റിൽ കിടന്ന കുഞ്ഞു വരെ നഷ്ടപ്പെട്ടു പോയി. അതിനെയൊക്കെ നിങ്ങൾ ന്യായീകരിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ എവിടുത്തെ മാധ്യമപ്രവർത്തകരാണ്? ശ്രീ ജ്യോതിഷ്, താങ്കളെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, ഒരു സമരം നടക്കുന്ന ഘട്ടത്തിൽ പോലീസുകാർക്ക് മർദ്ദനമേറ്റിട്ടുണ്ടാവും. പക്ഷേ അവിടെ സമാധാനപരമായിട്ടാണ് അവർ സമരം നടത്തിയത്. ആ സമരത്തിനിടയിലേക്ക് പോലീസുകാർ പലതവണ ആക്രമണം നടത്തിയപ്പോൾ സ്വാഭാവികമായും ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് പ്രതികരണം ഉണ്ടായി കാണും.
അതിനിടയിൽ ചിലപ്പോൾ പോലീസുകാർക്ക് മർദ്ദനമേറ്റ് കാണും. അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അതൊക്കെ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അതിന്റെ നേതൃത്വം അടക്കം ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ കണ്ണുകളിൽ മാത്രമേ കാണുന്നുള്ളൂ. നേരും നെറിയുള്ള ക്യാമറ കണ്ണുകളിലൊന്നും അങ്ങനെയുള്ളതല്ല കാണുന്നത്. നിങ്ങൾ കാണുന്നതല്ല കാണുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ കാണുന്നതല്ല കാണുന്നത്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അല്ല ശ്രീ രാജ്യവിരോധം സമരക്കാർ തന്നെ മാധ്യമങ്ങളുടെ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ നിലപാടിനെതിരായിട്ടാണ് അവർ നിലപാട് സ്വീകരിച്ചത് പോലും. പിന്നെ അതിനകത്തൊക്കെ മാധ്യമങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ രാജ്യത്ത് ഈ ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ നേപ്പാളിലോ നടന്ന പോലെ ഭരണത്തെ അട്ടിമറിക്കാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ മാപ്രകൾ ആരാണ് ഭരണത്തെ അട്ടിമറിക്കാൻ പോയത്? ആരുടെ മുദ്രാവാക്യമായിരുന്നു അത്? എന്തിനാണ് ഇങ്ങനെ അട്ടിമറി എന്ന് ചോദിച്ചു വല്ലാതെ ഭയപ്പെടുന്നത്? ആര് ഭയപ്പെടുന്നത്? പിന്നെ അവര് പറഞ്ഞു അട്ടിമറിക്കണമെന്ന്. ഏതോ ഒരു വികടൻ ചെറുക്കൻ നിന്ന് പറയണ കേട്ടല്ല. ഏതോ ഒരു വികടൻ ചെറുക്കനല്ല ശ്രീ ജ്യോതിഷ. ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള, ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള, ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹങ്ങളെ മുദ്രാവാക്യമാക്കി മാറ്റി അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് സമരം നയിച്ച ചെറുപ്പക്കാരനാണ്. അതൊരു വെകിടൻ ചെറുപ്പക്കാരനല്ല. അങ്ങനെയുള്ള വെകിടനാണെങ്കിൽ അത്തരം വെകിടന്മാരാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെ നിശ്ചയിക്കുന്നത്. അഭിജിത്ത് ഗയുടെ സംസാരവും അദ്ദേഹത്തിന്റെ ലക്ഷ്യവും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനകത്ത് കൂടെ ഇവിടുന്ന് ഇപ്പം മലപ്പുറത്തുനിന്ന് പോയിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് മലപ്പുറത്തുനിന്ന് പോയാൽ കുഴപ്പം ജ്യോതിഷ്? മലപ്പുറത്തുള്ളവർ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ളവരാണോ? ജ്യോതിഷുള്ള അതേ അവകാശം തന്നെയാണ് മലപ്പുറത്തുള്ളവർക്ക് ഉള്ളത്. മലപ്പുറത്തുള്ളവരെക്കാൾ കൂടിയ ഒരു അവകാശവും ജ്യോതിഷില്ല ഈ നാട്ടില. ഇല്ല, മലപ്പുറത്തുള്ളവർ തന്നെയാണല്ലോ പറഞ്ഞത് ഞങ്ങളിതേ ഒന്നടങ്കം പോവുകയാണെന്ന്. പോട്ടെ, എവിടുന്നേലും പോട്ടെ, കൂടുതൽ ആളുകൾ പോട്ടെ. അവരിവിടുന്ന് മറിക്കുമെന്നും പറഞ്ഞാണല്ലോ പോയത്. അതിനൊന്നും നിങ്ങൾക്ക് ആർക്കൊന്നും വിഷയമില്ല. ഞാൻ പറയണ നേരും നെറിയോടുള്ള വാർത്തകൾ. താങ്കളെ മലപ്പുറം പറഞ്ഞതിന്റെ ബാക്കി കൂടെ പറയൂ, കേക്കട്ടെ, അറിയണമല്ലോ. നേരും നെറിവുള്ള അല്ല, താങ്കളുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ തേട്ടി വരട്ടെ, പറയൂ. മലപ്പുറത്തിന്റെ ബാക്കി കൂടെ പറയൂ. മലപ്പുറത്തിന്റെ ബാക്കി, മലപ്പുറത്തുനിന്നുള്ള വീഡിയോസ് കഴിഞ്ഞ ദിവസം അനസ് എന്ന് പറഞ്ഞൊരുത്തൻ അവൻ അവിടെ പാർലമെന്റ് ബീരങ്കി വെച്ച് തകർക്കും പോവുകയാണെന്ന്, എന്നിട്ട് മാപ്പും പറഞ്ഞു. പിന്നെ രഞ്ജിനി ഹരിദാസ് അവക്കടെ മേക്കപ്പ് എന്താണ് പേര്, ജാൻമണിയാ, ഒക്കെ പറയണത് തന്നെയാണ്. എന്തൊക്കെയാണ് പറയുന്നത്? അതൊന്നും നിങ്ങൾക്ക് ആർക്കും വിഷയമല്ല. അതൊന്നും ഒരു വിഷയമല്ല ജ്യോതിഷ. രഞ്ജിനി ഹരിദാസ് അങ്ങനെ ബോൾഡായ സ്റ്റാൻഡ് എടുത്തെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. അവർക്ക് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. രാജ്യത്ത് എന്ത് തീവ്രവാദ പ്രവർത്തനം നടന്നാലും തീവ്രവാദ പ്രവർത്തനം നടന്നു. ആരാണ് തീവ്രവാദ പ്രവർത്തനം നടത്തിയത്? കേരളത്തിലെ ജ്യോതിഷ് പറയൂ, എന്ത് തീവ്രവാദ പ്രവർത്തനമാണ് നടന്നത്? നേരും നെറിവോടുള്ള നെറിവോട് കൂടി അവർ അവിടെ സമരം ചെയ്തതുകൊണ്ടാണ് ആ സമരത്തിന് മുന്നിൽ സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നത്. അപ്പൊ നിങ്ങളുടെ ചാനലുകളിലൊന്നും കാണാത്ത വാർത്തകളാണല്ലോ. നിങ്ങളുടെ ചാനലുകളിലൊന്നും കാണില്ല. താങ്കൾക്ക് എവിടുന്നാണ് ഈ വാർത്ത കിട്ടുന്നത്? വാട്സാപ്പ് യൂണിവേഴ്സിറ്റി അല്ല തൽക്കാലം ഇന്ത്യയിലെ ജനങ്ങളെ നിശ്ചയിക്കുന്നത്. താങ്കളുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി നിങ്ങൾ കാണുന്നുള്ളൂ. ആ പാവപ്പെട്ട പോലീസുകാരെയും പാവപ്പെട്ട ഗർഭിണിയായ ഒരു പോലീസുകാരിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട, അതൊന്നും നിങ്ങൾക്ക് വിഷയമല്ല. ശരി, ഓക്കെ, ജ്യോതിഷിന്റെ ദുഃഖത്തിൽ തുടരൂ. നാട്ടിലെ ജനങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട നീറുന്ന പ്രശ്നങ്ങൾ തുടരട്ടെ. ശ്രീ ആൻഡോ ആണ്, ബീഹാറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ആൻഡോ, ബീഹാറിൽ എവിടെയാണ് താങ്കൾ? ബീഹാർ ബഗുസായ് അറിയാം. ബീഹാറിൽ ബഗുസറായ് ഒരുപാട് സമര പോരാട്ടങ്ങൾ നടന്നിട്ടുള്ള ഒരു ഭൂമി കൂടിയാണല്ലോ ബഗുസറായ്. അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പുതിയൊരു മൂവ്മെന്റ് കൂടി വരുന്നു. ആ മൂവ്മെന്റിന്റെ ആത്മാർത്ഥത എത്രത്തോളം ഉള്ളതാണെന്ന് തോന്നുന്നു? താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് കിരൺ ബാബു. മിസ്റ്റർ കിരൺ ബാബു, നമുക്കിപ്പോ ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ 1000 കഴുതകളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷെ ഒരു സംഖ്യ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. അതൊന്നാമത്തെ പ്രശ്നം. പിന്നെ ഇത്രയും ഇവർക്ക് CJPക്ക് ഫണ്ട് കിട്ടി എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവരിൽ ആരെയും അറസ്റ്റ് ചെയ്യുന്നില്ല? അവിടെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് അറസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. 2 ദിവസം മുമ്പേ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് CJPക്ക് ഫണ്ട് പുറത്തുനിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ശരിയല്ലേ? ഹലോ. അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അവര് എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ ഇതിനു മുമ്പ് സംസാരിച്ച ഒരു 3-4 വ്യക്തികളുണ്ട്, BJPയുടെ പ്രതിനിധികളായിരിക്കാം അവർ. എന്തുകൊണ്ടാണ് അവർ ഈ പുറത്തുനിന്ന് ഫണ്ട് കിട്ടി മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല. എന്റെ കുട്ടി നീറ്റ് എഴുതിയതാണ്. ഫസ്റ്റ് നീറ്റിൽ ഏതാണ്ട് എബവ് 500 വന്നായിരുന്നു. സെക്കൻഡ് നീറ്റിൽ പുള്ളിക്ക് കിട്ടിയില്ല, ആള് കിട്ടിയില്ല. അപ്പൊ അതുപോലെ ഒരുപാട് പാരന്റ്സ് ഉണ്ട് താനും. അത് മാത്രമല്ല 21ഓളം കുട്ടികളെ ആത്മഹത്യ ചെയ്തു. ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഈ BJPയുടെ ആളുകൾ തയ്യാറാണോ? അത് തയ്യാറായതുകൊണ്ടാണല്ലോ അവസാനം മറ്റേ മോദിക്ക് എതിരെ രാജിവെക്കേണ്ടി വരുമെന്നോ സ്ഥിതിയിലെത്തിയിട്ടാണ് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കാനായിട്ട് നിർബന്ധിച്ചത്. അതാണ് അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ. അത് ആരോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമല്ല. ഇവര് ഒരു ലോജിക്കില്ലാത്ത രീതിയിൽ ഇവർ എന്തുകൊണ്ട് സംസാരിക്കുന്നു ഇവരെ മനസ്സിലാകത്തെ. പിന്നെ പറഞ്ഞു ഇന്ത്യയെ മറ്റ് ഫോറിൻ കൺട്രീസിന് മുന്നിൽ നാണം കിടത്താനാന്ന് പറഞ്ഞു.
എങ്ങനെയാണ് നമ്മളിപ്പോ ബ്രിട്ടീഷുകാരുടെ സമയത്ത് സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. ആ ബ്രിട്ടീഷുകാരുടെ സമയത്ത് പോലും സ്ട്രൈക്ക് നടത്തിയപ്പോൾ അവിടുത്തെ പട്ടാളക്കാർ ഇതിലും മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്തിരുന്നത്. അതിലും മോശമായ രീതിയിലാണ് ഡൽഹിയിൽ CJP പ്രവർത്തകർക്ക് നേരെ പോലീസിന് അഴിഞ്ഞാട്ടം നടത്തിയത്. പെൺകുട്ടികളെ വരെ എങ്ങനെ ഹറാസ് ചെയ്തെന്നും എങ്ങനെ ഉപദ്രവിച്ചെന്നും കൃത്യമായിട്ട് TV ന്യൂസുകൾ കാണുന്നുണ്ട്. ശരിയല്ലേ? അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ആൻഡോ ആണ് ബീഹാറിൽ നിന്ന് സംസാരിച്ചത്. ശ്രീ മോൺസക്, നമുക്ക് യൂട്യൂബിൽ ചില കമൻറ്റുകൾ കൂടി വായിക്കണം. മോൺസക്കൊക്കെ പറയുന്നു, ഇവരെ പോലെ തട്ടിപ്പ് പറഞ്ഞ ആളെ പറ്റിക്കുന്ന പാർട്ടിയല്ലേ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമെന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കൽ നടത്തിയത്. അസ്കർ പറയുന്നു, ജനാധിപത്യത്തെ അനാർക്കിയിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നത് മാപ്രകൾ ആഘോഷിക്കുകയാണോ? ഇവർ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്തവരാണ് എന്നൊക്കെ അസ്കർ പറയുന്നു. എനിക്കൊന്ന് ആസ്കർ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ കോലായ മലയാളം, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രത്തിനെ നിലനിൽപ്പുള്ളൂ. ചെയ്യുന്നതും പറയുന്നതും നിഷേധിച്ചാലും സത്യം അപ്പോൾ തന്നെ മനസ്സിലാക്കുന്ന കാലമാണിപ്പോൾ. അത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിച്ചാൽ നന്ന് എന്ന് കൃഷ്ണനാരായണൻ്റെ പേരാണെന്ന് തോന്നുന്നു കോലായ മലയാളം എഴുതിയേക്കുന്നത്. ജയകുമാർ, മോദിയെ അട്ടിമറിച്ചിട്ട് വിദേശ രാജ്യങ്ങൾക്ക് എന്ത് കിട്ടാനാണ് രതീഷ് എന്ന് ചോദിക്കുന്നു. ഷിജു കിരിയത്ത് പറയുന്നു, എക്സ്പെക്ട് സംഗീസ് എവറി ഹ്യൂമൻ ബീങ്സ് ഗേവ് ദെയർ കോൺട്രിബ്യൂഷൻ ഫോർ ദി പ്രൊട്ടസ്റ്റ്. മിസ്റ്റർ രതീഷ് മാവേലിക്കര അവർക്ക് വിദേശ ഫണ്ട് കിട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടു, അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയല്ല, സാധാരണക്കാരായ നിരവധി മനുഷ്യരാണ്. അവർക്ക് ഭക്ഷണം കിട്ടാതെ കുട്ടികളുടെ അവിടെ സമരം ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് ജന്തർ മന്ദറിൽ ആദ്യം കാണുന്ന വിശന്ന് നിൽക്കുന്ന ആളിന് അത് കൊടുക്കൂ എന്ന് പറഞ്ഞ് അവിടെ കൊടുക്കുകയും ഒക്കെ ചെയ്തത്. രാജ്യത്തിൻ്റെ ആളുകളുടെ സമരം വരുമ്പോൾ അത്തരം പിന്തുണകളൊക്കെ പല ഘട്ടത്തിൽ പല ആളുകളിൽ നിന്നുണ്ടാവും. കുട്ടികൾ മാത്രമല്ല അടി വാങ്ങിയത്, പോലീസുകാരെ അടിച്ചതാരാ, വണ്ടികൾ കത്തിച്ചാരാ, കലാപകാരികൾ എന്നാണ് സുനിൽകുമാർ പറയുന്നത്. റോയും NIAയും CBIക്കും ഒന്നും അറിയാത്ത കാര്യങ്ങളാണ് കേരളത്തിലെ BJPക്കാർ തള്ളുന്നതെന്ന് മോൺസക് പറയുന്നു. ഇവിടെ ആകെ ഉണ്ടായിരുന്ന രാജ്യദ്രോഹികൾ BJP ആയിരുന്നു, ഇപ്പോൾ അവർ രാജ്യസ്നേഹികളായി എന്നാണ് ജയകുമാർ പറയുന്നത്. അത് ജയകുമാറിൻ്റെ അഭിപ്രായമാണ്, നമ്മുടെ അഭിപ്രായമല്ല. രാഷ്ട്രീയ വിരോധമാകാം, പക്ഷേ അത് രാജ്യവിരുദ്ധ സമരമാകരുതെന്നാണ് സുനിൽകുമാർ പറയുന്നത്. ഇതെങ്ങനെയാണ് രാജ്യവിരുദ്ധ സമരമാകുന്നത് സുനിൽകുമാർ? ഒരു രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയല്ലോ, ആ കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, ആ വീഴ്ചയ്ക്കുള്ള നടപടിയെടുക്കുമെന്ന് പറഞ്ഞല്ലോ. അത് രാജ്യവിരുദ്ധമാകുന്നത് അങ്ങനെയാണ്. ആ രാഷ്ട്രീയ വിരോധവും അല്ല സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടി ഉയർത്തിയ ഒരു സമരം. അത് രാജ്യവിരുദ്ധ സമരം. അവരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചപ്പോൾ അവർ നൽകിയ മറുപടി സുനിൽകുമാറിന് ഓർമ്മയുണ്ടല്ലോ. അത് നമ്മൾ ഒരു ചാനലിലൂടെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും അവർ ഉയർത്തിയ ബാനറിൽ പറഞ്ഞ് ആരാണ് രാജ്യദ്രോഹികൾക്കെന്നുള്ള മറുപടി. കിരൺ ചുമ്മാ വിവരമില്ലാത്തവരോട് സംസാരിച്ച് സമയം കളയാതെ. അങ്ങനെ മോൺസാക്ക് അങ്ങനെ ആരും വിവരമില്ലാത്തവരല്ല. ഓരോരുത്തർക്ക് അവരുടേതായ രാഷ്ട്രീയം കാണും. ചിലപ്പോൾ അവർക്ക് ഈ സമരത്തിന് അനുകൂലമായ രാഷ്ട്രീയമായിരിക്കും, എതിരായ രാഷ്ട്രീയമായിരിക്കും. അത് ചിലപ്പോൾ അംഗീകരിക്കാത്ത രാഷ്ട്രീയമായിരിക്കും. അത് ഭൂരിപക്ഷത്തിന് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവരുടെ അഭിപ്രായം അങ്ങനെയാണ്. ആ അഭിപ്രായം കൂടി ചേരുന്നതാണ് ജനാധിപത്യം. അത് ഇനി എത്ര മോശപ്പെട്ട അഭിപ്രായമായാലും ആ അഭിപ്രായം പറയാനും അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെല്ലാവരും എല്ലാ കാര്യത്തിലും ന്യായമായ അഭിപ്രായം, ന്യായം എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്ന ന്യായമാവണമെന്നില്ല, മറ്റൊരാൾക്ക് തോന്നുന്ന ന്യായം. അതുകൊണ്ട് അതൊക്കെ പറയാം, അതിലൊന്നും തെറ്റില്ല. അത് സംസാരിച്ച് സമയം കളയുന്നുള്ളതല്ല, അവർ പറയുന്ന അഭിപ്രായങ്ങൾ കൂടി കേൾക്കണം. അതുകൊണ്ടാണ് കൗണ്ടർ ചോദ്യങ്ങൾ അവരോട് ഉന്നയിക്കുന്നത്. അത്തരം കൗണ്ടർ ചോദ്യങ്ങൾ വരുമ്പോൾ അവരുടെ മറുപടി എന്താണ്, അത്തരം കാര്യങ്ങളുമൊക്കെ ജനങ്ങൾ അറിയണം, ജനങ്ങളുടെ മുന്നിൽ കൂടി ബോധ്യപ്പെടണം. ആ ചർച്ചകളുടെ ഉദ്ദേശം എന്താണ്, ആത്മാർത്ഥമുള്ളതാണോ ഇല്ലയോ എന്നൊക്കെ. എന്തായാലും AK കൃഷ്ണൻകുട്ടി, എഥനോൾ അബ്സോർബ്സ് വാട്ടർ ഫ്രം ദി എയർ causing phase separation where a heavy water ethanol mixture drops to the bottom of the fuel tank and gets pulled into the engine എന്ന് പറയുന്നത്. ഇത് അന്തരീക്ഷത്തിൽ നിന്ന് ജലാംശം പിടിച്ചെടുക്കാൻ കഴിവുള്ളതാണെന്ന്, അതുകൊണ്ട് ജലാംശം പിടിച്ചെടുത്ത് എഞ്ചിൻ്റെ താഴെ കൊണ്ടുവന്ന് അത് എഞ്ചിനെ കുഴപ്പത്തിലാക്കുമെന്നും ശ്രീ AK കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ സമരം ചെയ്യുന്ന ജനങ്ങളെ പോലീസ് നേരിടുന്ന രീതിക്കെതിരെ സുപ്രീം കോടതി പ്രോട്ടോകോൾ തയ്യാറാക്കുന്നുവെന്ന് VC തോമസ് പറയുന്നു. കിരൺ, കമൻറ്റുകൾ കാണാതെ പോകരുത് എന്ന് മോൺസക്ക് പറഞ്ഞിരിക്കുന്നു. എന്തായാലും കമൻറ്റുകൾ വായിക്കുന്നുണ്ട്. ഇലക്ഷനിൽ പുറത്താക്കണം അന്തസ്സുണ്ടിൽ, അല്ലാതെ കലാപം ഉണ്ടാക്കുന്നതല്ല ജനാധിപത്യം. ഇതൊന്നും കലാപമല്ല ശ്രീ സുനിൽകുമാർ, ഇതൊക്കെ പ്രതിഷേധങ്ങളാണ്. ഇത്തരം പ്രതിഷേധങ്ങളോട് ചേരുന്നതാണ് ജനാധിപത്യം. അതിന് ഏത് പാർട്ടി ഭരിച്ചോട്ടെ, ഏത് രാജ്യത്തായിക്കോട്ടെ, ഒരാളെ വിജയിപ്പിച്ച് ഭരണത്തിലേറി എന്ന് കരുതി അവർ ആ നിശ്ചിത കാലാവധി, ഇന്ത്യയിൽ 5 വർഷം ഓരോരുത്തർ തീരുമാനിക്കുക, ആ വർഷം അവർ ചെയ്യുന്നതെല്ലാം ശരി എന്നുള്ളതല്ല. അതിനെതിരായ പ്രതിഷേധങ്ങൾ കൂടി ചേരുക, ആ പ്രതിഷേധങ്ങൾ സർക്കാർ ചർച്ച ചെയ്യുക, പരിഹരിക്കുക. അങ്ങനെയാണ് തിരുത്തി മുന്നോട്ട് പോകുക. അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. എപ്പോഴും അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ
ജയിച്ചു, പക്ഷേ പ്രതിപക്ഷം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അമ്പേ തോറ്റു, ഒന്നുമല്ലാതായി, പ്രതിപക്ഷം അരാജകത്വം ഉണ്ടാക്കുകയാണ്, രാജ്യസ്നേഹം മറക്കരുത്. ഇവർക്കെല്ലാം ഇത്തരം രാജ്യസ്നേഹം എവിടുന്ന് വന്നെന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തത്. സമരം ചെയ്യുന്നവരെല്ലാം എന്തോ രാജ്യസ്നേഹമില്ലാത്ത, രാജ്യസ്നേഹം ഉള്ളതുകൊണ്ടാണ് അവർ സമരം ചെയ്തത്. ഇന്ത്യയിൽ ഏറ്റവും കടുത്ത രാജ്യസ്നേഹം അവർക്കുള്ളത്. ഇന്ത്യയിൽ രാജ്യത്തിൻ്റെ ഭാവിയിലെ ചെറുപ്പക്കാരെക്കുറിച്ച് ആശങ്ക ഉള്ളിലുള്ളതുകൊണ്ടാണ് അവർ സ്വന്തം ജോലി കളഞ്ഞ്, അവരുടെ പഠനം കളഞ്ഞ്, അവരുടെ ആരോഗ്യം കളഞ്ഞ്, പോലീസിൻ്റെ നിന്ന് തല്ലുവാങ്ങി അവർ സമരത്തിന് തയ്യാറായി നിൽക്കുന്നത്. ഈ രാജ്യത്തോട് അത്രത്തോളം അടക്കാനാവാത്ത സ്നേഹം ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഉള്ളതുകൊണ്ടാണ്. അതിനെ എതിർക്കുന്നവർക്കാണ് ഈ രാജ്യത്തോട് ഏതോ തരത്തിൽ വിരോധമുള്ളത് എന്നുകൂടി പറയേണ്ടി വരും. CJP ഉയർത്തിയത് നാട്ടിലെ മൊത്തം കുട്ടികളുടെ പ്രശ്നത്തെയാണ്. തല്ലിയ പോലീസുകാർക്ക് ഭക്ഷണം ഓഫർ ചെയ്തതും ചോദിച്ചു വരുന്ന പോലീസുകാർക്ക് മുന്നിൽ ദേശീയഗാനം ചൊല്ലുന്നതും കണ്ടു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കുറേയേറെ കമൻറ്റുകൾ കൂടി അല്ലാതെ കിടക്കുന്നു, എല്ലാം കൂടി വായിക്കാൻ സമയമില്ല. ഡൊണാൾഡ് ഡക്ക്, പ്രദീപ് ന്യൂയോർക്ക്, നിങ്ങളുടെ കാർ വർഷത്തിലൊരിക്കൽ മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനാൽ ദീർഘകാലം ഉപയോഗിക്കാതെ കിടക്കുന്നത് കൊണ്ടാണ് കാറിന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. E20 ഇന്ധനം കാരണമല്ല എന്നൊക്കെ പറയുന്നു. എന്തായാലും അങ്ങനെ നന്ദകുമാർ, നാഷണൽ മീഡിയ റിപ്പോർട്ടിംഗ് പോലെ ആയിരുന്നില്ല, നമ്മുടെ മീഡിയ സെലക്റ്റീവ് ആയിരുന്നു എന്നത് സത്യമായിരുന്നു എന്ന് നന്ദകുമാർ പറയുന്നു. പിന്നീട് നേരത്തെ വായിച്ച ആളുകളുടെയൊക്കെയാണ് പിന്നീട് ഒഴിവാക്കുന്നത്. ഷൈജു വെള്ളാഞ്ചേരി, ഈ ചാനൽ അവതാരം എന്തിനാണ് ഇത്ര സന്തോഷിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. എനിക്ക് സന്തോഷം വരികയും വിഷമം വരികയും ഒക്കെ ചെയ്ത് സാധാരണ മനുഷ്യരില്ലേ, സാധാരണ മനുഷ്യർക്ക് ചിലത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നും, ചിലത് കേൾക്കുമ്പോൾ ദുഃഖം തോന്നും, ചിലത് കേൾക്കുമ്പോൾ രോഷം തോന്നും. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളല്ലേ. അതെന്തിനാണെന്നൊക്കെ ചോദിച്ചാൽ മനുഷ്യനായതുകൊണ്ട് എന്ന് മാത്രമേ എനിക്ക് മറുപടി പറയാനുള്ളൂ. ശ്രീ ഷൈജു, CJPക്കാരുടെ പഞ്ചനക്ഷത്ര ഹോട്ടൽ വെച്ചുള്ള ആഘോഷങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യുമെന്ന് രാജൻ നായർ പുത്തലത്ത് പറയുന്നു. CJPക്കാരുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ആഘോഷമൊന്നും നമ്മൾ കണ്ടില്ല. ഇനി CJPക്കാർക്ക് എന്താ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ആഘോഷിച്ചുകൂടി? അങ്ങനെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഈ ഇന്ത്യയിലെ പാവപ്പെട്ടവൻ മാത്രമല്ല, ഇന്ത്യയിൽ സമ്പന്നരായ മനുഷ്യർ, വലിയ വിദ്യാഭ്യാസമുള്ളവർ, തീരെ വിദ്യാഭ്യാസപരമായി കുറവുള്ളവർ, നിരക്ഷരരായ മനുഷ്യർ, കർഷകർ, അങ്ങനെ ഇന്ത്യയിലെ പല സമ്പത്തിലും വിദ്യാഭ്യാസത്തിലും സാമൂഹിക സാഹചര്യത്തിലും അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഒക്കെ നിൽക്കുന്ന മനുഷ്യരൊക്കെയാണ് ഈ ഇത്തരം കാര്യങ്ങൾക്ക് പിന്തുണ കൊടുത്തത്. അപ്പോൾ ഓരോരുത്തരുടെ ആഘോഷം ഓരോ തലത്തിലായിരിക്കും. അവർ ചിലപ്പോൾ അവിടെ ആഘോഷമാണ്, എനിക്കറിയില്ല, ഞാനങ്ങനെ ആഘോഷവും കണ്ടില്ല. ഇനി ആഘോഷിച്ചാൽ തന്നെ എന്താണ് തെറ്റ് എന്നുള്ളത് തന്നെയാണ് നിലപാടും. E20 പെട്രോൾ എന്ന് പറയാൻ ഒരു മീഡിയയ്ക്ക് ധാർമ്മികതയുണ്ട് എന്ന് പറയുന്നു. E20 പെട്രോൾ എന്തിനാണ് E20 പെട്രോൾ എന്ന് പറയാൻ ഒരു മീഡിയയ്ക്ക് ധാർമ്മികതയുണ്ട്? അത് എന്താണെന്ന് മനസ്സിലായില്ല. വ്യക്തമായി എഴുതിയാൽ ഞാനത് വായിക്കാം. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, ശ്രീ ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ E20 പെട്രോൾ 20%? ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അതിന്റെ എക്സ്പെർട്സ് അല്ലെങ്കിൽ ആ വെഹിക്കിൾ യൂസ് ചെയ്യുന്നവര് അതിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാനാ. പക്ഷെ ഇന്നത്തെ എല്ലാവരും വേറെ അഭിപ്രായമാണ് പറഞ്ഞത്. അത് താങ്കൾ പറഞ്ഞോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഞാൻ കേട്ടത് മുഴുവൻ വേറെ ഇന്നലെ നടന്നു മിനിഞ്ഞാന്ന് നടന്ന സംഭവങ്ങളാണ്. നിങ്ങൾ ചോദിച്ച സംഭവത്തിന് റിലവന്റ് ആയിട്ട് ഏതെങ്കിലും ഓട്ടോമൊബൈൽ എഞ്ചിനീയർ അതിന്റെ അകത്തുള്ളത് E20. കാരണം എന്റെ മക്കളെ കെമിക്കൽ എഞ്ചിനീയേഴ്സ് അവർക്കറിയാം. പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം, ഞാൻ ഇവിടെ പള്ളുരുത്തിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എഞ്ചിന്റെ അടിയിൽ മോയ്സ്ചർ പിടിക്കുന്നു, അത് കേടുവരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു കമന്റ് താങ്കൾ കേൾക്കുന്നതിന് പകരം മുഴുവൻ കേൾക്കുന്നത് ഇന്നലത്തെ പ്രോസ് ആൻഡ് കോൺസ് ആണ്. അതെ, താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്, ഞാനത് അംഗീകരിക്കുന്നു. ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. ശരി, ഇന്നത്തെ അത്രേ ഉള്ളൂ. ഞാൻ അത് കേൾക്കാൻ വേണ്ടി നോക്കി. താങ്കളുടെ അഭിപ്രായത്തോട് ഞാൻ 100% യോജിക്കുന്നു. ശ്രീ ഡേവിഡ് വിജയ്. ശ്രീ പുരുഷോത്തമനാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ പുരുഷോത്തമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ E20 പെട്രോൾ അത് വിൽക്കണ്ട എന്ന് പറയുന്നില്ല, അവർ പറയുന്നത് ശുദ്ധമായ പെട്രോൾ വേണം, ശുദ്ധമായ പെട്രോൾ വേണോ E20 വേണോ എന്നുള്ളത് ഉപഭോക്താവ് തിരഞ്ഞെടുക്കട്ടെ എന്നുള്ള ഒരു ആവശ്യമാണ് പറയുന്നത്. എന്താണ് താങ്കൾക്ക് അതിനോട് പറയാനുള്ളത്? നമസ്കാരം, പറഞ്ഞോളൂ, നമ്മുടെ സമയം തീരാറായുണ്ട്, വേഗത്തിൽ പറഞ്ഞോളൂ. എനിക്ക് എന്താ പറയാനുള്ള വെച്ചാൽ, ഞാൻ കൂടുതൽ ബൈക്കും കാറും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനല്ല, എന്റെ ഫാമിലി മൊത്തം. അതവര് നമ്മൾക്ക് അനുഭവമാണ്. എന്താ വെച്ചാല് പെട്രോളിന്റെ ഇപ്പോഴത്തെ മാറ്റം ഓരോ ദിവസവും എത്ര മൈലേജ് നമുക്ക് വളരെ കുറഞ്ഞിട്ടാണ് കിട്ടുന്നത്. രണ്ടാമത് നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിയ പെട്രോള് നമുക്ക് നമ്മളെ വാഹനങ്ങൾക്ക് സത്യത്തിൽ സൗണ്ടുകൾ കേൾക്കുമ്പോൾ തന്നെ ഈ പെട്രോൾ അടിച്ച് ഓടുന്ന വാഹനത്തിന്റെ സൗണ്ടിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ശരിക്കും അറിയുന്ന കാര്യങ്ങളാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ എഥനോൾ കലർത്തിയ പെട്രോൾ 20% എഥനോൾ കലർത്തിയ പെട്രോളിന് പകരം
ശുദ്ധമായ പെട്രോളും ഏതൊരു കാലത്തെ പെട്രോൾ വിൽക്കണമെങ്കിൽ സർക്കാർ വിറ്റോളൂ എന്നുള്ള മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. പക്ഷേ ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള ജനങ്ങളുടെ അവകാശം, ഉപഭോക്താവിൻ്റെ അവകാശത്തിന് വേണ്ടിയാണ് E20 ജനതാ പാർട്ടി എന്നൊരു പുതിയ ഓൺലൈൻ ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ തുടങ്ങിയിരിക്കുന്നത്. അത് ഈ ടാക്സി ഡ്രൈവർമാരുടെ ഒക്കെ വലിയ പിന്തുണ അതിനുണ്ട്. വലിയ തോതിലാണ് മിനിറ്റുകൾക്ക് വെച്ച് ആളുകൾ ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. CJP തുടങ്ങിയപ്പോഴും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പേജ് തുടങ്ങിയപ്പോഴും അങ്ങനെ ആയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് 25,000 വന്നു. പിന്നീട് അത് മില്യണുകളിലേക്ക് വളരെ വേഗത്തിലാണ് കുതിച്ചുയർന്നത്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ പിന്തുണക്കാരെക്കാൾ കൂടുതൽ പിന്തുണക്കാരൊക്കെ അതിനെത്തിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇത്തരമൊരു ചർച്ച രാജ്യത്ത് സജീവമായി നിൽക്കുകയാണ്. ഇത് എഞ്ചിനുകൾക്ക് എങ്ങനെയാണ് ദോഷമുണ്ടാക്കുമോ, അല്ലെങ്കിൽ ഇന്ധനക്ഷമത ഇത് കുറയ്ക്കും എന്ന് പറയുന്നു. അത് എത്രത്തോളം കുറയ്ക്കും, ഇത് ലാഭകരമാണോ, ഇത് പരിസ്ഥിതി സൗഹൃദപരമാണോ, അത്ര ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ രണ്ടും ഇന്ത്യയിൽ വിതരണം ചെയ്യണോ, അത്തരം ആവശ്യങ്ങളും ചർച്ചകളുമൊക്കെ സംവാദങ്ങളുമൊക്കെ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. പ്രേക്ഷകർ പക്ഷേ കൂടുതൽ അഭിപ്രായം പറഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന CJPയുടെ സമരത്തെക്കുറിച്ചും അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെയാണ്. സ്വാഭാവികമായും അത് കൂടുതൽ വൈകാരികമായ ഒരു വിഷയമായതുകൊണ്ടും രാഷ്ട്രീയമായ വിഷയമായതുകൊണ്ടും പ്രേക്ഷകർ അതിലേക്ക് പോയി എന്ന് വേണം കണക്കാക്കാൻ. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.